Hello, good afternoon. Good afternoon, ma'am. Good afternoon. Very good. ഇന്നെല്ലാവരും ഭയങ്കര എനർജറ്റിക് ആണല്ലോ. പെട്ടെന്ന് തന്നെ ഗുഡ് ആഫ്റ്റർനൂൺ പറഞ്ഞല്ലോ. ഇങ്ങനെയാണ് വേണ്ടത്. പെട്ടെന്ന് തന്നെ എനിക്ക് തോന്നുന്നത് ജോയിൻ ചെയ്യുന്ന ആളുകള് എന്താ പറയാ, നമ്മളിപ്പോ എന്തെങ്കിലും ചോദിക്കും അപ്പൊ തന്നെ പെട്ടെന്ന് തന്നെ ഒരു ഗുഡ് ഈവനിങ് ആണെങ്കിലും ഗുഡ് ആഫ്റ്റർനൂൺ ആണെങ്കിലും ഒക്കെ ഒന്ന് പറയുന്നത് നിങ്ങളുടെ സൗണ്ട് കൃത്യമായിട്ട് ഇങ്ങോട്ട് കേൾക്കണമെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത് പെട്ടെന്ന് പറയുമ്പോ ഭയങ്കര സന്തോഷമുണ്ട്. ഓക്കെ, ഇങ്ങനെ ആയിരിക്കണം എല്ലാ ദിവസവും. കേട്ടല്ല? ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അതാണ് നമ്മളൊരു കാര്യം ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് നമ്മൾ കേൾക്കുമ്പോൾ അതിന് പെട്ടെന്ന് ഒരു റെസ്പോൺസ് കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഉള്ളിൽ നിന്ന് നമ്മൾ പറയുന്നതിന് അവര് അത് എന്താ പറയാ കൺസിഡർ ചെയ്യുന്നുണ്ട് അല്ലെ, ഒരു കൺസിഡറേഷൻ ആയിട്ട് പറയുന്നതിന് തരുന്നുണ്ട് എന്നാണ് അതിന്റെ ഒരു പെട്ടെന്നുള്ള റിയാക്ഷൻസിന്റെ അർത്ഥം. മനസ്സിലായി? പെട്ടെന്ന് റിയാക്ട് ചെയ്യുമ്പോ നമ്മളെ അവര് കേൾക്കാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു കേട്ടോ. പെട്ടെന്ന് റിയാക്ട് വേണമെങ്കിൽ പറഞ്ഞാൽ മതി അല്ലെ. ആ മൈൻഡിലാവുമ്പോ നമ്മൾ വിചാരിക്കുമോ നമ്മളെ അവര് കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ അത് വരുന്നത് അല്ലെങ്കിൽ കേൾക്കാൻ പറയുന്നത് കേൾക്കാനായിട്ടുള്ള അവകാശമോ അല്ലെങ്കിൽ എന്താ പറയാ ഒരു സന്നദ്ധതയോ കാണിക്കുന്നില്ല എന്നൊക്കെയാണ് നമുക്ക് ഓർക്കാം. ഓക്കെ, എനിവേസ് നമുക്ക് ക്ലാസ് തുടങ്ങാം. ഇവിടെ വരെ എത്തുന്ന ഓർമ്മയുണ്ടാവും? ഇവിടെ വരെ എത്തുന്ന എല്ലാം ഓർമ്മയുണ്ടോ? ഒന്ന് പറയാമോ? നിങ്ങൾ ആ പറഞ്ഞ പോലെ തന്നെ അതേ ആ ഒരു എനർജിയിലും പറഞ്ഞ എവിടെയാണ് നമ്മൾ എടുക്കണ്ടേ? Steps in grievance handling procedure. Steps in grievance handling procedure തീർന്നില്ലേ? ഗ്രീവൻസ് മെഷീനറി അല്ലെങ്കിൽ എടുക്കണ്ടേ? യെസ്, ഓക്കെ, താങ്ക് യു. അതന്നെ. അപ്പൊ നമ്മള് എങ്ങനെയാണ് എന്താ പറയാ ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് പ്രൊസീജിയർ, എങ്ങനെയാണ് ഗ്രീവൻസുകളൊക്കെ എങ്ങനെ പരിഹരിക്കും, അതിന്റെ ആ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്, അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കുറച്ച് സ്റ്റെപ്സ് നമ്മൾ കണ്ടു. ആദ്യം തന്നെ നമ്മള് എന്താണ് ആ ഗ്രീവൻസ്, എംപ്ലോയിക്ക് ഉള്ള കംപ്ലൈന്റുകൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ എന്താണെന്ന് അവർ പറഞ്ഞില്ലെങ്കിൽ നമ്മൾ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. അതാണ് ഫസ്റ്റ് വൺ, ഐഡന്റിഫിക്കേഷൻ ഓഫ് ഗ്രീവൻസ്. ഇനി ആ ഐഡന്റിഫൈ ചെയ്ത ഗ്രീവൻസ് അതിന്റെ സ്വഭാവം എന്താണ്, അതിനെ ഡിഫൈൻ ചെയ്യുക. എന്ത് തരത്തിലുള്ള കംപ്ലൈന്റ് ആണ്, ഏതാണ്, എന്തിന്റെ പേരിലുള്ള കംപ്ലൈന്റ്, അതിനൊരു കൃത്യമായ ഒരു ഡെഫിനിഷൻ അത് നോക്കുക, അത് കണ്ടെത്തുക. ഇനി അതിന് റിലേറ്റഡ് ആയിട്ട് അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡാറ്റാസ് അല്ലെങ്കിൽ അത് എന്തുകൊണ്ട് അങ്ങനെ ഒരു എന്താ പറയാ ഗ്രീവൻസ് ഉണ്ടായി അതിന് വേണ്ടിയിട്ടുള്ള ഡാറ്റാസ് കളക്ട് ചെയ്യുക. ഡാറ്റാസ് കളക്ട് ചെയ്തതിനു ശേഷം അത് അനലൈസ് ചെയ്യുക. എന്തൊക്കെയാണ്, എവിടെയാണ് പാളിപ്പോയത്, അല്ലെങ്കിൽ എന്ത് കാര്യങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ ഒരു ഗ്രീവൻസ് ഉടലെടുത്തത്, അതിന് വേണ്ടിയിട്ടുള്ള ഡാറ്റാസ് ഒക്കെ നോക്കി അത് അനലൈസ് ചെയ്തതിനു ശേഷം അതിന് വേണ്ടിയിട്ട് സോൾവ് ചെയ്യാനുള്ള മാർഗങ്ങൾ, ഡിസ്കഷൻസോ മറ്റുള്ളവരുമായിട്ട് ഡിസ്കസ് ചെയ്തോ ആരോടെങ്കിലും ചോദിച്ചോ അല്ലെങ്കിൽ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കിയോ ഒക്കെ അനലൈസ് ചെയ്യുക. ദെൻ അതിനുശേഷം പ്രോംപ്റ്റ് റീഡ്രസ്സിലാണ് പെട്ടെന്ന് തന്നെ അതിനെതിരെയുള്ള നടപടികൾ സ്വീകരിക്കുക. അത് ആ കംപ്ലൈന്റുകളൊക്കെ ലഘൂകരിക്കാൻ അല്ലെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ പ്രോംപ്റ്റ് റീഡ്രസൽ അതാണ് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം ആ റീഡ്രസൽ കഴിഞ്ഞു എന്ന് വെച്ചാൽ പരിഹരിച്ചൊക്കെ കഴിഞ്ഞു എന്ന് വെച്ചാൽ ഇനി നമ്മൾ ആവശ്യത്തേക്ക് തിരിഞ്ഞു നോക്കട്ടെ എന്നാണോ? അല്ല, അതിനുശേഷം ആണ് പിന്നെ വീണ്ടും നമ്മൾ ചെയ്യേണ്ടത് ഫോളോ അപ്പ് ചെയ്യണം. കാരണം അവരുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു എന്നിട്ട് അവരൊക്കെ ആണോ, അവരിപ്പോ സാറ്റിസ്ഫൈഡ് ആണോ, അവരുടെ ജോലിയിൽ അവരിപ്പോ കുറച്ചും കൂടി നന്നായി കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടോ, കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ നന്നായി ജോലി ചെയ്യുന്നുണ്ടോ, അതിനുവേണ്ടി ഫോളോ അപ്പ് നടത്തണം. സോ ദീസ് ആർ ദ സ്റ്റെപ്സ് ഇൻക്ലൂഡഡ് ഇൻ ദ ഹാൻഡ്ലിംഗ് ഓഫ് ഗ്രീവൻസ്. ഗ്രീവൻസുകളെ നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഉണ്ടായിരിക്കേണ്ട അല്ലെങ്കിൽ അതിനകത്ത് ഉൾപ്പെടുത്തേണ്ട ചില സ്റ്റെപ്പുകളാണ് ഈ പറഞ്ഞതൊക്കെ. Now the next topic, അടുത്ത ടോപ്പിക്കിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഗ്രീവൻസ് മെഷീനറി അണ്ടർ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് 1947. ഞാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ ഇങ്ങനെ ഒരു ഹെഡിങ് പറഞ്ഞപ്പോൾ തന്നെ ഞാനൊരു സൂചന തന്നു. എന്താണ് ചില ആക്ടുകൾ, ഹൗ ദ ആക്ട് ഈസ് ഫോംഡ്, എങ്ങനെയാ ഒരു ആക്ട് ഉണ്ടാകുക, ഒരു നിയമം അല്ലെങ്കിൽ ഒരു ലോ അല്ലെങ്കിൽ ഒരു ആക്ട് ഒക്കെ എപ്പോഴാണ് പ്രാവർത്തികമാക്കുക അല്ലെങ്കിൽ എങ്ങനെയാണ് നിലവിൽ വരിക. When any such situations or circumstances occur, അതുമായി ബന്ധപ്പെട്ടുള്ള ചില സാഹചര്യങ്ങൾ ചില കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് അങ്ങനെ ഒരു ആക്ട് വരിക. അതിന് ഞാൻ ഉദാഹരണം പറഞ്ഞല്ലേ, ഇപ്പൊ റോഡ് അപകടങ്ങളൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യാണ്, റോഡിന്റെ കുറെ ലോസ് ഒക്കെ റോഡുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ലോസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്.
ഒരുപാട് ആക്ടുകൾ അതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് അല്ലെ. അതിനൊക്കെ കുറെ റെസ്ട്രിക്ഷൻസ് വരുത്താൻ വേണ്ടിയില്ല എന്ന് വെച്ചാൽ വാഹനം ഓടിക്കുന്ന കുട്ടികള് അത് അപകടത്തിൽപ്പെടുന്നത്, അപ്പൊ അതിന് കുറെ നിയന്ത്രണങ്ങൾ പല രീതിയിലും കൊണ്ടുവരുന്നുണ്ട്. ഹെൽമെറ്റ്സ് എല്ലാവരും രണ്ടുപേര് അല്ലെങ്കിൽ ആരൊക്കെയാണോ ഇതിനകത്ത് യാത്ര ചെയ്യുന്നത് അവര് ഹെൽമെറ്റ്സ് ഉപയോഗിക്കണം, രണ്ടുപേരിലധികം ആളുകൾ അതിനകത്ത് ഓടാൻ പാടില്ല, അങ്ങനെ ഒരുപാട് നിയമങ്ങൾ. അപ്പൊ ഈ ഓരോ നിയമങ്ങൾ വരുന്നത് അത്തരം എന്തെങ്കിലും സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ ഉടലെടുക്കുമ്പോഴാണ്, എന്തെങ്കിലും അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ആക്ടിങ് വരാം. സച്ച് എ വേ അതുപോലെ തന്നെയാണ് എന്താ പറയാ ഒരു ഇൻഡസ്ട്രിയിലും ഒരു ഓർഗനൈസേഷനിലും ദർ മേ ബി ഡിസ്പ്യൂട്ട്സ് അമംഗ് ദ എംപ്ലോയീസ് ആൻഡ് മാനേജ്മെന്റും എംപ്ലോയീസിന്റെ ഇടയിലും ഒക്കെ പല രീതിയിൽ ഇതുപോലുള്ള തർക്കങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പൊ അത്തരം തർക്കങ്ങളൊക്കെ ഒരു വിധമൊക്കെ നടത്തപ്പെട്ടിട്ടുള്ള പണ്ടൊക്കെ നേരത്തെ തന്നെ അങ്ങനെ ചില കാര്യങ്ങൾ അങ്ങനത്തെ ചില സിറ്റുവേഷൻസിലൂടെ കടന്നു പോയിരിക്കുന്ന ചില കാര്യങ്ങൾ അതിൽ നിന്ന് എന്തുണ്ട് അതിന് ഒരു നിയമ നടപടി അല്ലെങ്കിൽ ഒരു ലോഫുള്ളി അതിനെ എങ്ങനെ നമുക്ക് പരിഹരിക്കാം എന്നുള്ളതിന് വേണ്ടി കുറച്ച് ആക്ടുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് എന്ന പേരിലാണ് 1947 എന്ന് വെച്ചാൽ ആ സമയം തുടങ്ങിയൊക്കെ ഇൻഡസ്ട്രീസും ബിസിനസ് ഓർഗനൈസേഷൻസും ഒക്കെ ഉള്ളതാണ്. അപ്പൊ അപ്പോഴേ മുതൽ കുറെ നിയമങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി പുതിയ നിയമങ്ങൾ വരുമ്പോൾ അതിന്റെ കൂടെ ആഡ് ഓൺ ചെയ്ത് കൊണ്ടുപോകും. ഓക്കെ, അങ്ങനെ നിലവിൽ വന്ന ഒരു എന്താ പറയാ ആക്ട് 1947 പ്രകാരം ഗ്രീവൻസ് മെഷീനറിക്കും ഉണ്ട്. ഗ്രീവൻസ് മെഷീനറി എന്താണ്? അപ്പോ മെഷീനറി എന്ന് പറഞ്ഞാൽ എന്തിനാ നമ്മൾ പല മെഷീൻസ് ഉപയോഗിക്കുന്നത്? ടു സിംപ്ലിഫൈ അവർ വർക്ക്. നമ്മുടെ ജോലി ലഘൂകരിക്കാനാണ് പല മെഷീൻസും നമ്മൾ ഉപയോഗിക്കാം. നമ്മുടെ വീട്ടിൽ നമ്മൾ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്നുണ്ട്, മിക്സി ഉപയോഗിക്കുന്നുണ്ട്, ദേ ആർ മെഷീൻസ് അല്ലെ, അതൊക്കെ മെഷീൻസ് ആണ്. എന്തിനാ ഇതൊക്കെ ഉപയോഗിക്കുന്നത്? നമ്മളുടെ ജോലി ഭാരം കുറയ്ക്കുക അല്ലെ, സിംപ്ലിഫൈ ചെയ്യുക. ഒരു ഓർഗനൈസേഷനിൽ ദർ ഈസ് ഓൾസോ ഗ്രീവൻസ് മെഷീനറി. എന്തിനാ ഗ്രീവൻസ് മെഷീനറി? അപ്പൊ എന്തിനായിരിക്കാം? to reduce the conflicts among the employees or the complaints among the employees. എംപ്ലോയീസിന്റെ ഇടയിലുള്ള പലതരത്തിലുള്ള ഡിസ്പ്യൂട്ട്സ് അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റുകൾ അല്ലെങ്കിൽ എന്താ പറയാ കംപ്ലൈന്റുകൾ ഇതിനെയൊക്കെ കുറയ്ക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന ഒരു പ്രൊസീജിയർ അതിനെയാണ് നമ്മൾ ഗ്രീവൻസ് മെഷീനറി എന്ന് വിളിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള ഗ്രീവൻസ് മെഷീനറി ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടെങ്കിലോ എന്ത് ചെയ്യുന്നറിയോ? ആ ഓർഗനൈസേഷനിലെ എംപ്ലോയീസിന് എന്തെങ്കിലും പരാതികളൊക്കെ ഉണ്ടാകുമ്പോൾ ഇറ്റ് വിൽ ബി ഇൻഫോംഡ് ടു ദ ഹയർ അതോറിറ്റീസ്. ആർക്ക് ഇൻഫോം ചെയ്യും? അധികാരപ്പെട്ട കുറച്ച് ഉന്നതങ്ങളിലേക്ക് ഉയർന്ന നിലകളിലേക്ക്, മാനേജ്മെന്റിലേക്കോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളിലേക്കോ അല്ലെങ്കിൽ കൺസേൺഡ് പീപ്പിൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളിലേക്ക് എന്ത് ചെയ്യണം? ഈ പറയുന്ന കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇങ്ങനെ എംപ്ലോയീസിന് കംപ്ലൈന്റ് ഉണ്ട്. ഫ്രം ദ ടൈം ഓഫ് ഒക്കറൻസ് ഓഫ് ദ പർട്ടിക്കുലർ കംപ്ലൈന്റ്, ആ ഗ്രീവൻസുകൾ എംപ്ലോയീസ് നേരിടുന്ന സമയം മുതൽ ഇറ്റ് ഈസ് സെറ്റിൽഡ് എവിടം വരെ? ആ ഒരു കംപ്ലൈന്റുകളൊക്കെ പരിഹരിച്ച് എല്ലാം സെറ്റിൽ ചെയ്യുന്നത് വരെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് ബന്ധപ്പെട്ട അധികാരികളിലേക്കോ അല്ലെങ്കിൽ ഹയർ അതോറിറ്റീസിലേക്കോ ഉയർന്ന നിലയിലുള്ള അധികാരികളിലേക്കോ എത്തിക്കുന്ന ഒരു പ്രൊസീജിയർ അതിനെയാണ് നമ്മൾ ഗ്രീവൻസ് മെഷീനറി എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയോ? അപ്പൊ ഗ്രീവൻസിനെ കുറയ്ക്കാൻ, ഗ്രീവൻസിന്റെ കാഠിന്യം കുറയ്ക്കാൻ ഈ ഒരു മെഷീനറിക്ക് സാധിക്കും. കാരണം എന്താ? എംപ്ലോയീസിന്റെ പരാതികൾ പെട്ടെന്ന് ഒന്നുകിൽ മാനേജ്മെന്റില് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഗ്രീവൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന ആളുകൾ ആരാണോ അവരിലേക്ക് പെട്ടെന്ന് എത്തിക്കുന്നു. അത് ഡിലേ ആകും തോറും വഷളാകാൻ തുടങ്ങും അല്ലെ. ആ പരിഹാരം ഉണ്ടാക്കുന്നത് പെട്ടെന്നാണെങ്കിൽ എന്ത് പറ്റും? അത് കുഴപ്പമില്ലാണ്ട് മുന്നോട്ട് നല്ല രീതിയിൽ ഓർഗനൈസേഷൻ വലിയ തെറ്റില്ലാതെ നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ട് ഫംഗ്ഷൻ ചെയ്തു. അതേസമയം പ്രശ്നത്തിന് പരിഹാരമില്ല, ഓർഗനൈസേഷൻ എംപ്ലോയീസ് വേണോ വേണ്ടെന്ന് വെച്ച് ഒരു താല്പര്യം ഇല്ലാതെ വന്ന് ജോലിയിലേക്ക് പോകുന്നു. കടമ നിർവഹിക്കുന്ന രീതിയിൽ മാത്രമല്ല ചിലപ്പോൾ ഉത്തരവാദിത്തങ്ങൾ മറന്നും പോകും. കാരണം എന്താ? കാരണം നമ്മൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഓർഗനൈസേഷനിൽ നിന്ന് ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ എംപ്ലോയീസ് വിൽ നോട്ട് ബി സാറ്റിസ്ഫൈഡ്. എംപ്ലോയീസ് എന്താകില്ല? സംതൃപ്തരല്ല. സോ ഇറ്റ് വിൽ റിഫ്ലക്ട് ഇൻ ദെയർ ജോബ്. അത് അവരുടെ ജോലിയിൽ അവർ പ്രകടമാക്കും. ചിലപ്പോൾ വൈകി വരുന്നു, നേരത്തെ പോകുന്നു, തോന്നിയ പോലെ വരുന്നു അല്ലെ, ഇടയ്ക്കിടയ്ക്ക് ലീവ് എടുക്കുന്നു. ഇതൊക്കെ അതെന്താ? ഇറസ്പോൺസിബിലിറ്റി വരുന്നു ആളുകളിൽ. എംപ്ലോയീസിന്റെ ഇടയിൽ ഒരു ഇറസ്പോൺസിബിലിറ്റി വരികയാണ്. കാരണം എന്താ? അങ്ങനെ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം അവർക്ക് കിട്ടേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ ഓർഗനൈസേഷന് കിട്ടണം. അവരുടെ പല പ്രശ്നങ്ങളും പരിഹരിച്ച് കിട്ടേണ്ടതാകാം അല്ലെ. അപ്പൊ അങ്ങനെ എംപ്ലോയീസ് സാറ്റിസ്ഫൈഡ് ആകണം. സാറ്റിസ്ഫൈഡ് ആകുമ്പോൾ ഒരു കുഴപ്പമില്ലാണ്ട് കൃത്യമായിട്ട് എന്താ പറയാ നല്ല രീതിയിൽ അവരവരുടെ ഡ്യൂട്ടീസ് അവര് ചെയ്തു തീർക്കും. വളരെ സന്തോഷത്തോടെ ചെയ്തു തീർക്കും അല്ലെ. അങ്ങനെയാണ്. അപ്പൊ ഒരു ഗ്രീവൻസ് മെഷീനറി ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അവിടെയുള്ള എംപ്ലോയീസിന്റെ കംപ്ലൈന്റുകളൊക്കെ അധികാരപ്പെട്ട സ്ഥലങ്ങളിലേക്ക് ഉയർന്ന പൊസിഷനിലേക്ക് എത്തിക്കാനും അതെപ്പോ ഉണ്ടായി, എങ്ങനെ ഉണ്ടായി, അതെങ്ങനെ അതിനെ സെറ്റിൽ ചെയ്തു, ഈ വക കാര്യങ്ങളൊക്കെ കൃത്യമായി ഇൻഫോം ചെയ്യുന്ന ഒരു പ്രൊസീജിയർ. ദാറ്റ്സ് കോൾഡ് ഗ്രീവൻസ് മെഷീനറി. ക്ലിയർ ആയോ? എന്താണ് ഗ്രീവൻസ് മെഷീനറി എന്ന് മനസ്സിലായോ? ആ സെന്റൻസ്
കുറച്ച് സ്പീഡ് കുറച്ച് പറയാവോ? സ്പീഡ് കുറച്ച് പറയാം. സ്പീഡ് എങ്ങനെ ഇനിയൊന്ന് സ്പീഡ് കുറയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ എന്താ പറയാ, എന്റെ ഒരു സ്പീച്ചിന്റെ സ്പീഡ് കുറയ്ക്കാൻ പറ്റുമോന്ന് എനിക്ക് അത്ര അറിയില്ല. കാര്യം മനസ്സിലായോ നൈന? മിസ്റ്റർ ഷോർട്ട് ആയിട്ട് നോട്ട് മനസ്സിലായി. ഷോർട്ട് ആയിട്ട് നോട്ട് എഴുതി വെക്കുന്നുണ്ട്, പക്ഷെ അത് എഴുതാനായിട്ട് പറ്റുന്നില്ല. ചെറുതായിട്ട് ഷോർട്ട് ആയിട്ട് നോട്ട് എഴുതി വെക്കുന്നുണ്ട്. അത് പെട്ടെന്ന് ഭയങ്കര സ്പീഡായിട്ട് പോവുക. മിസ് പറയുന്ന ഇച്ചിരി സ്പീഡ് കൂടുതലായിട്ട് പോകുന്ന പോലെ. സ്പീഡ് കൂടുതലിൽ നിന്ന് അതിന്റെ വേ ഓഫ് ടോക്കിംഗ് അങ്ങനെയാണ്, അങ്ങനെ ആയതുകൊണ്ടാകാം. ഇനിയില്ലേ നോട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കണ്ട. നോട്ട് നമ്മൾ സെപ്പറേറ്റ് എഴുതിയാ അത് എഴുതിയെടുക്കാൻ എടുക്കുന്ന സമയം അങ്ങനെ വരുമ്പോ ഇത് പറ്റില്ല, ബുദ്ധിമുട്ടാണ്. നമുക്ക് അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം മനസ്സിലാവുന്നുണ്ടോ എന്ന് നോക്കാം. മനസ്സിലാക്കിയതിനു ശേഷം നിങ്ങൾ വേണമെങ്കിൽ ക്ലാസ് കഴിഞ്ഞിട്ട് കുഞ്ഞു കുഞ്ഞു നോട്ടായിട്ട് സ്വന്തമായിട്ട് എഴുതി നോക്ക്. സ്വന്തമായിട്ടേ മനസ്സിലായ? അതായത് എടുക്കുന്ന ഭാഗം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അത് കാര്യം മനസ്സിലാകണ്ടോ നോക്കുക. മനസ്സിലാക്കിയത് 2-3 പ്രാവശ്യം പറഞ്ഞാൽ ഇപ്പൊ നമ്മളിപ്പോ ഒരു 13 മിനിറ്റ് നമ്മൾ ക്ലാസ് തുടങ്ങിയിട്ട് അപ്പൊ ഇത്രയും ഒരു കാര്യം പറഞ്ഞോളൂ. ഒറ്റ സെന്റൻസ് ആണ് ഞാൻ പറഞ്ഞത്, എന്താണ് ഗ്രീവൻസ് മെഷീനറി. ഓക്കെ, അപ്പൊ അത് നമ്മൾ കേട്ടിരിക്കുക. എന്നിട്ട് നിങ്ങൾ അത് കഴിഞ്ഞിട്ട് ക്ലാസ് കഴിയുമ്പോ ഒന്നിലേക്ക് അതൊക്കെ ഒരു നല്ല കാര്യമാണ്. നോട്ട് ചെയ്ത് നല്ലതായിരിക്കും, നല്ലതാണ്. കാരണം പക്ഷെ അത് അന്നേരം എഴുതാൻ നിന്ന് നമ്മളുടെ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം ഇത് അത്രയും ഉണ്ട്. ഓരോ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് തന്നെ കണ്ടാൽ അറിയാലോ അല്ലെ, കുറച്ചധികം ഉണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഇത് മുഴുവൻ നമ്മള് പറഞ്ഞു തന്നെ തീർക്കണം അല്ലെ, അല്ലാണ്ട് ബാക്കി നിങ്ങൾ വായിച്ചോന്നും നമ്മൾ പറയണില്ലല്ലോ. ഓക്കെ, സോ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ അതാണ് ഗ്രീവൻസ് മെഷീനറി എന്ന് പറയുന്നത്. അതൊരു പ്രൊസീജിയർ ആണ്. conveying the grievances to the higher authorities or the concerned people. ബന്ധപ്പെട്ട ആളുകള് അല്ലെങ്കിൽ അധികാരപ്പെട്ട ഉയർന്ന പൊസിഷനിലുള്ള ആളുകളിലേക്ക് ഗ്രീവൻസിനെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും എപ്പോഴാണ് എംപ്ലോയീസിന്റെ ഇടയിൽ ആ കംപ്ലൈന്റുകൾ ഉടലെടുത്തത്, എപ്പോഴത് എന്താ പറയാ എവിടെ നിന്ന് വന്നു, പിന്നെ അതെങ്ങനെ സെറ്റിൽ ചെയ്തു, ഓൾ ദീസ് തിങ്സ് ടു ബി കൺവേഡ് ടു ദ ഹയർ അതോറിറ്റീസ്. ഇതെല്ലാം എവിടെ എത്തിക്കണം? ഹയർ അതോറിറ്റീസിൽ എത്തിക്കുക, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകൾ എത്തിക്കുക. അങ്ങനെയുള്ള ഒരു പ്രൊസീജിയർ, അതിനെയാണ് നമ്മൾ ഗ്രീവൻസ് മെഷീനറി എന്ന് വിളിക്കുക. അണ്ടർലൈൻ ചെയ്യണേ. അപ്പൊ ഗ്രീവൻസ് എന്ന് പറയുന്നത് മേ ഇറ്റ് ടേൺ ടു കോംപ്ലിക്കേഷൻസ്. ചിലപ്പോൾ ഈ ഗ്രീവൻസുകൾ എന്താകും, കൂടുതൽ കോംപ്ലിക്കേഷൻസിലേക്ക് പോകും. എന്ത് ചെയ്തില്ലെങ്കിൽ സെറ്റിൽഡ്, അതിന്റെ കൃത്യമായ രീതിയിൽ എന്ത് ചെയ്തില്ല, സെറ്റ് ചെയ്തില്ല എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഹയർ അതോറിറ്റീസിനെ അറിയിച്ചു അല്ലെങ്കിൽ മറ്റാളുകളെ അറിയിച്ചു, അത് കൃത്യമായിട്ട് എന്നിട്ട് അവരതിന് സെറ്റിൽമെന്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇഫ് ഇറ്റ് ഈസ് നോട്ട് മെയ്ഡ്, അതൊന്നും ചെയ്തില്ല എങ്കിൽ ഗ്രീവൻസ് മേ ലീഡ് ടു കോംപ്ലിക്കേഷൻസ്. ഗ്രീവൻസ് എന്തായി മാറും? പലതരത്തിലുള്ള കോംപ്ലിക്കേഷൻസും സൃഷ്ടിക്കും. നമ്മൾ ബന്ധപ്പെട്ട ആളുകളെ അറിയിച്ചു, മാനേജ്മെന്റിനെ അറിയിച്ചു, എംപ്ലോയീസിന് ഇങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്, അവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി അത് അറിയിച്ചാൽ അവർ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ആക്ഷൻസ് എടുക്കണം. അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടില്ല. അതില്ല, അത് പരിഹരിക്കപ്പെടുന്നില്ല, അത് അങ്ങനെ കിടക്കുകയാണ്. കിടക്കുമ്പോൾ അത് കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകും. സോ ഇറ്റ്സ് വെരി അഡ്വൈസബിൾ എന്നാ പറഞ്ഞേക്കണം. എന്ന് വെച്ചാൽ എന്താ ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് to solve the grievance as early as possible or at the early stage. ഏറ്റവും എന്താ പറയാ നേരത്തെയുള്ള സമയത്ത് തന്നെ ഗ്രീവൻസുകൾ ഉണ്ടാകുന്ന അതേ മാത്രയിൽ അല്ലെങ്കിൽ അതിന് അധികം സമയം കാലതാമസം കൊടുക്കാതെ തന്നെ സോൾവ് ചെയ്യുന്നതാണ് നല്ലത്. ആസ് സൂൺ ആസ് പോസിബിൾ. ക്ലിയർ ആയോ? ക്ലിയർ അല്ലേ? യെസ്. നെക്സ്റ്റ് വൺ, അടുത്ത ഹെഡിങ്ങിലേക്ക് പോകാണ്. there is some ഈ നമ്മുടെ ഈ ഗ്രീവൻസ് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് there are some important points to be noted. ചില പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് ഈ ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് അല്ലെങ്കിൽ ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയറിൽ അതിന്റെ മെഷീനറിയിൽ ഉൾപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അക്കോർഡിംഗ് ടു സെക്ഷൻ 9C ഓഫ് ദ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് 1947, നമ്മുടെ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947 പ്രകാരം അതിന്റെ സെക്ഷൻ 9C-യിലാണ് കേട്ടോ. 9C-യിൽ ഗ്രീവൻസ് മാനേജ്മെന്റ് മെഷീനറിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ പറഞ്ഞല്ലോ എന്താണ് ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് മെഷീനറി അല്ലെങ്കിൽ ഗ്രീവൻസ് മാനേജ്മെന്റ് മെഷീനറി എന്ന് പറയുന്നത്. അതൊരു പ്രൊസീജിയർ ആണ്. ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയീസിന്റെ കംപ്ലൈന്റുകൾ എവിടെ നിന്ന് തുടങ്ങുന്നു, എപ്പോ തുടങ്ങുന്നു, അതെങ്ങനെ സെറ്റിൽ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ അധികാരപ്പെട്ടവരെ അറിയിക്കുന്ന ഒരു പ്രൊസീജിയർ. അതിനെയാണ് ഗ്രീവൻസ് മാനേജ്മെന്റ് മെഷീനറി എന്ന് വിളിക്കുക. അതുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട ചില ക്ലോസസ്, ചില കാര്യങ്ങൾ, പ്രത്യേക കാര്യങ്ങൾ സെക്ഷൻ 9C-യില് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947 ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാണ് സ്പെഷ്യൽ കാര്യങ്ങൾ? അതാണ് ഇന്ന് നമ്മൾ ഓരോന്നായിട്ട് പറയാൻ പോകുന്നത്. അപ്പൊ സെക്ഷൻ മറക്കണ്ട. ഗ്രീവൻസ് മാനേജ്മെന്റ് മെഷീനറി കുറെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സെക്ഷൻ 9C ഓഫ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് 1947. ഒരുപാട് കാര്യങ്ങൾ ഈ ആക്ടിനകത്ത് ഉണ്ടായിരിക്കും കേട്ടോ.
ഡിസ്പ്യൂട്ട്സ് പല രീതിയിൽ ഉണ്ടായിട്ട് അതിനൊക്കെ പുതിയ പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നത് ഒരുപാടുണ്ടായിരിക്കും. അതിനകത്ത് ആ ഒരുപാടുള്ളതിൽ 9C പറഞ്ഞ ചില കാര്യങ്ങൾ ഗ്രീവൻസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. സോ ലെറ്റ്സ് സീ എന്തൊക്കെയാണത്. ഒന്നാമത്തെ, every industrial establishment which have 20 or more workers, ഏതൊരു ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷനിലും 20 അതിൽ കൂടുതലോ എംപ്ലോയീസ് ഒക്കെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവിടെ എന്താണ്, there should have 1 or more grievance handling committee അല്ലെങ്കിൽ grievance redressal committee ഉണ്ടായിരിക്കണം. എന്തിനു വേണ്ടിയിട്ട്? for the resolution of disputes among the individual grievances. അതായത് അവിടെ ഉണ്ടാകുന്ന എംപ്ലോയീസിന് എന്തെങ്കിലും തരത്തിലുള്ള പരാതികൾ ഉണ്ടായാൽ ആ പരാതികളൊക്കെ ഒത്തുതീർപ്പാക്കാനോ അല്ലെങ്കിൽ ആ പരാതികളുടെ കാഠിന്യം കുറയ്ക്കാൻ അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു കമ്മിറ്റി രൂപീകരിക്കണം. എന്ത് കമ്മിറ്റിയാ? ഗ്രീവൻസ് റീഡ്രസൽ കമ്മിറ്റി. 20 അതിൽ കൂടുതലോ എംപ്ലോയീസ് ഉള്ള ഓർഗനൈസേഷൻസ് ആണെങ്കിൽ 20 അതിൽ കൂടുതലോ, 20 താഴെയാണെങ്കിൽ ഒരു കമ്മിറ്റി മതി. 20 അതിൽ കൂടുതലോ എംപ്ലോയീസ് ഉള്ള ഓർഗനൈസേഷൻ ആണെങ്കിൽ അവിടെ ഒന്നോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ എന്തുണ്ടാകാം? റീഡ്രസൽ കമ്മിറ്റീസ് ഉണ്ടാക്കാം എന്നാണ് പറഞ്ഞിരുന്നത്. എന്താ കമ്മിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ആണ് അല്ലെ. ചിലപ്പോൾ ചില ഫംഗ്ഷൻസ് ഒക്കെ നടക്കുമ്പോൾ നമ്മൾ അവിടെ കമ്മിറ്റി രൂപീകരിക്കാറുണ്ട്. അമ്പലത്തിൽ ഉത്സവം, പള്ളി പെരുന്നാളൊക്കെ നടത്തുമ്പോൾ ഒരു പള്ളിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രോഗ്രാമുകളൊക്കെ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു പെരുന്നാൾ കമ്മിറ്റി കൊടുക്കും അല്ലെ. അല്ലെങ്കിൽ ഉത്സവ കമ്മിറ്റി. എന്തിനാണ് ഉത്സവ കമ്മിറ്റി? എന്തിനാ? ഉത്സവങ്ങളൊക്കെ ഭംഗിയായി നടത്താൻ അതിന്റെ ഈച്ച് ആൻഡ് എവറി ഓപ്പറേഷൻസ് പല പല കാര്യങ്ങളൊക്കെ നടക്കുമല്ലോ. നാടകം ഉണ്ടാകാം, സ്റ്റേജ് ഷോസ് ഉണ്ടാകാം, മറ്റ് എന്തെങ്കിലും എന്താ പറയാ ഫയർ വർക്ക്സ് ഉണ്ടാവാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം കൺട്രോൾഡ് ആയിട്ട് നിയന്ത്രിച്ച് യാതൊരു പ്രശ്നവും ഇല്ലാതെ എന്താ പറയാ യാതൊരു പോരായ്മകളും ഇല്ലാതെ നടത്തിക്കൊണ്ട് പോകാനാണ് ഇങ്ങനെ കമ്മിറ്റി രൂപീകരിക്കുക. ആസ് യൂഷ്വൽ അതുപോലെ തന്നെ നമ്മുടെ ഓർഗനൈസേഷനിലും there should be some committees, 1-2 കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കാം. എന്തിനു വേണ്ടിയിട്ട്? ഗ്രീവൻസ് ഹാൻഡ്ലിങ് അല്ലെങ്കിൽ ഗ്രീവൻസ് റീഡ്രസലിന് വേണ്ടിയിട്ട്. അപ്പൊ 20 അതിൽ കൂടുതലോ അംഗങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? 1 അതിലധികമോ റീഡ്രസൽ കമ്മിറ്റീസ് നമുക്ക് ഫോം ചെയ്യാം എന്നാണ് പറഞ്ഞേക്കുന്നത്. സാധാരണ ബിസിനസ് ഓർഗനൈസേഷനിൽ ചിലപ്പോ എന്താ പറയാ 20 കൂടുതലൊക്കെ എംപ്ലോയീസ് വരുന്ന ഓർഗനൈസേഷൻസ് ഉണ്ട് ഇല്ലേ? എന്താ അവിടെ നമ്മൾ നോക്കിയ ലുലു പോലെയുള്ള ഓർഗനൈസേഷൻ നോക്കിയേ, ഒരുപാട് എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ട്. ഹോസ്പിറ്റൽസ് നോക്കിയേ, ഒരുപാട് എംപ്ലോയീസ് ജോലി ചെയ്യുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് ഇമാജിൻ ചെയ്ത് നോക്കുക. ഓരോ ഡിപ്പാർട്ട്മെന്റിൽ കുറെ ആൾക്കാർ, ജോലിക്കാർ, നഴ്സസ് ആയിട്ടും മറ്റുള്ളവരൊക്കെ ആയിട്ട്. പിന്നെ ഹോസ്പിറ്റലിന്റെ ഹൗസ് കീപ്പിംഗ്, അതായത് അവിടെ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി സൂക്ഷിക്കുന്ന ഡിപ്പാർട്ട്മെന്റുകാര്. അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റിലും നമ്മൾ നോക്കുമ്പോൾ എണ്ണി നോക്കിയാൽ നമുക്ക് ചിലപ്പോൾ മനസ്സിലാകും, ഇത്രയധികം ജോലിക്കാര് ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഓർഗനൈസേഷൻസിലൊക്കെ എന്താണ് പറയുക, ഒരുപാട് എംപ്ലോയീസ് ഉണ്ടായിരിക്കും. 500 എംപ്ലോയീസ് വരെയൊക്കെ ചിലപ്പോൾ അങ്ങനെയുള്ള ഓർഗനൈസേഷനിൽ ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ എന്താകാം? നമുക്ക് കുറച്ച് കൂടുതൽ ഗ്രീവൻസ് റീഡ്രസൽ കമ്മിറ്റികളെ നമുക്ക് ഫോം ചെയ്യാൻ പറ്റും. അതാണ് ആര് പറയുന്നത്? അക്കോർഡിംഗ് ടു 9C ഓഫ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് 1947. അത് ഒരു നിയമം, ഒരു ഇതാണ് പറഞ്ഞേക്കുന്നത്, ഒരു ക്ലോസ് ആണ്. അവര് ഇങ്ങനെ ചെയ്യാം, ഇത്രയും കമ്മിറ്റി ഉണ്ടാക്കാം. അപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ എംപ്ലോയീസിന്റെ ഇടയിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ കമ്മിറ്റിയോട് ചെന്ന് അറിയിക്കുക. മനസ്സിലായോ? ക്ലിയർ ആയോ? ഒന്നാമത്തെ പോയിന്റ്. യെസ്. സെക്കൻഡ് പോയിന്റ് എന്താണ്? ഈ പറയുന്ന ഗ്രീവൻസ് റീഡ്രസൽ കമ്മിറ്റി ഷാൽ കൺസിസ്റ്റ് ഓഫ് ഈക്വൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഫ്രം ദ എംപ്ലോയർ ആൻഡ് ഓൾസോ ദ വർക്ക്മാൻ ഓർ ദ എംപ്ലോയി. അതായത് നമ്മൾ ഇങ്ങനെ കമ്മിറ്റി രൂപീകരിക്കുമ്പോ അവിടെ നമുക്കറിയാലോ, ഒരു ഓർഗനൈസേഷനിൽ എംപ്ലോയേഴ്സും ഉണ്ട്, എന്താ പറയാ എംപ്ലോയീസും ഉണ്ട്. തൊഴിൽ വർഗം ഉണ്ട്, അതുപോലെ തന്നെ മാനേജ്മെന്റ് പോലെയുള്ള ഭാഗങ്ങളും ഉണ്ട്. അപ്പൊ ഈ എംപ്ലോയറുടെ ഭാഗത്തു നിന്നും എംപ്ലോയീസിന്റെ ഭാഗത്തു നിന്നും ഈക്വൽ നമ്പർ ഓഫ് മെമ്പേഴ്സിനെ വേണം നമുക്ക് കമ്മിറ്റിയിലേക്ക് എടുക്കാൻ. എന്നുവെച്ചാൽ ഇപ്പൊ ഒരാളാണ് നമ്മുടെ എംപ്ലോയറുടെ ഭാഗത്തു നിന്ന് എടുക്കുന്നത് ഈ കമ്മിറ്റിക്ക് വേണ്ടി. ഒരാളെ പങ്ക് എങ്ങനെയാണെങ്കിൽ അവിടെ നിർത്തണം വർക്ക്മെന്റിന്റെ, അതായത് എംപ്ലോയീസിന്റെ ഭാഗത്തു നിന്ന്. 2 ആളാണ് നമ്മള് എംപ്ലോയേഴ്സിന്റെ ഭാഗത്തു നിന്ന് എടുക്കുന്നതെങ്കിൽ 2 ആളെ നമ്മൾ എംപ്ലോയീസിന്റെ ഭാഗത്ത്. അപ്പൊ ഈക്വൽ നമ്പർ 2:2 അല്ലെങ്കിൽ 1:1 ആ റേഷ്യോയിലായിരിക്കും ഒന്ന്. മനസ്സിലായി? തുല്യമായ രീതിയിൽ എടുക്കണം എംപ്ലോയേഴ്സിന്റെ ഭാഗത്തു നിന്നും എംപ്ലോയീസിന്റെ ഭാഗത്തു നിന്നും ടു ഫോം ദ ഗ്രീവൻസ് റീഡ്രസൽ കമ്മിറ്റി. ഗ്രീവൻസ് റീഡ്രസൽ കമ്മിറ്റിക്ക് വേണ്ടി നമ്മൾ ആളുകൾ എടുക്കുമ്പോൾ ഈക്വൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഫ്രം എംപ്ലോയേഴ്സ് ആൻഡ് എംപ്ലോയീസ്. ക്ലിയർ ആയോ? രണ്ടാമത്തെ പോയിന്റ് മനസ്സിലായോ? അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അതൊക്കെ ഓരോ ക്ലോസസ് ആണ്. അപ്പൊ ഈ ക്ലോസസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് അണ്ടർലൈൻ ചെയ്ത് പഠിച്ചോ. ഞാൻ പറയാത്തത് അണ്ടർലൈൻ ചെയ്യണ്ട, ബാക്കി അണ്ടർലൈൻ ചെയ്യണേ. രണ്ടാമത്തെ പോയിന്റ് അണ്ടർലൈൻ ചെയ്യാം. വർക്ക്മാന്റെ ഭാഗത്തു നിന്നും എംപ്ലോയറുടെ ഭാഗത്തു നിന്നും ഈക്വൽ നമ്പർ ഓഫ് ആളുകൾ എടുക്കണം. ഒന്നാണെങ്കിൽ അപ്പുറത്തുനിന്ന് 1, എംപ്ലോയിയുടേന്ന് 1, 2 എംപ്ലോയറുടേന്നാണെങ്കിൽ 2 തന്നെ എംപ്ലോയിയുടേന്ന്.
മൂന്നെണ്ണാണ് എംപ്ലോയറുടെ എങ്കിൽ മൂന്നെണ്ണം തന്നെ എംപ്ലോയിയുടെ. ക്ലിയർ? മനസ്സിലായില്ല? Then the third one is the chairperson of the grievance redressal committee. ഈ എന്താ പറയുക, ഗ്രീവൻസ് റിഡ്രസൽ കമ്മിറ്റിക്ക് ഒരു ചെയർപേഴ്സൺ ഉണ്ടായിരിക്കണം. ആ ചെയർപേഴ്സണെ നമുക്ക് ഈ കമ്മിറ്റിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നോമിനേറ്റ് ചെയ്തെടുക്കണം, സെലക്ട് ചെയ്തെടുക്കണം. അങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അറിയാമോ? ഇറ്റ് ഷുഡ് ബി ഓൺ ദ ഓൾട്ടർനേറ്റ് റൊട്ടേഷൻ ബേസിസ്. ഓൾട്ടർനേറ്റീവ്ലി നമ്മൾ എന്ത് ചെയ്യണം, റൊട്ടേഷൻ ബേസിസിൽ എടുക്കണം. എവിടെ നിന്ന്? എംപ്ലോയറുടേന്നും എംപ്ലോയിയുടെയും. ഒന്നുകൂടി പറയാം. അതായത് നേരത്തെ ഞാൻ പറഞ്ഞല്ല, എംപ്ലോയറുടെ ഒരാളെ എടുക്കുകയാണെങ്കിൽ എംപ്ലോയിയുടെ പറഞ്ഞു കൊടുക്കണം, ഒരാളെ തിരഞ്ഞെടുക്കണം. രണ്ടുപേരെ എംപ്ലോയറുടെ എടുക്കുമ്പോൾ രണ്ടുപേരെ തന്നെ എംപ്ലോയിയുടെ എടുക്കണം. അപ്പൊ 4 പേരായി. അപ്പൊ ഈ കമ്മിറ്റിയിൽ 4 അംഗങ്ങളുണ്ട്. മനസ്സിലായി? ഈക്വൽ നമ്പർ അല്ലേ? എംപ്ലോയറുടെ 2 വന്ന് എംപ്ലോയിയുടെ 2 വന്ന്. അപ്പൊ 4 പേര് കമ്മിറ്റി അംഗങ്ങൾ കറക്റ്റ് ആയില്ലേ? ഇനി ഇതിൽ നിന്ന് ചെയർപേഴ്സണെ തെരഞ്ഞെടുക്കുമ്പോ എങ്ങനെ എഴുതണം? അപ്പൊ 4 പേരുണ്ട്. അപ്പൊ ഇത് എംപ്ലോയറുടെ 2 പേരാ, ഇത് എംപ്ലോയിയുടെ 2 പേരാ. 4 പേര് കൂടി ചേർന്നിട്ടാണ് ഈ കമ്മിറ്റി. ഇത് നമ്മൾ ചെയർപേഴ്സണെ തെരഞ്ഞെടുക്കുമ്പോ ഇപ്പൊ 2025 ചെയർപേഴ്സൺ നമ്മൾ തെരഞ്ഞെടുക്കുന്നത് എംപ്ലോയറുടെ ഈ ആളെയാണ് നമ്മൾ എന്ത് ചെയ്തത്, ചെയർപേഴ്സൺ ആയിട്ട് തെരഞ്ഞെടുത്തത്. നെക്സ്റ്റ് ഇയർ ചാൻസ് ഗോസ് ടു എംപ്ലോയിയുടെ ഭാഗത്ത് നിർത്തോണം. അപ്പൊ ഇയാളെ എടുക്കുകയാണെങ്കിൽ ഇയാളെ അല്ലെങ്കിൽ ഇയാളെ. മനസ്സിലായ? ഓൾട്ടർനേറ്റ് ബേസിസില്, റൊട്ടേഷൻ ബേസിസില് ഒരു കൊല്ലം എംപ്ലോയറുടെ നിന്നാണ് ചെയർപേഴ്സണെ നമ്മൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ, സെലക്ട് ചെയ്യുന്നതെങ്കിൽ നെക്സ്റ്റ് ഇയറിൽ വി ഹാവ് ടു ഗിവ് ദ ചാൻസ് ടു ദ എംപ്ലോയി. എംപ്ലോയീസിന്റെ ഭാഗത്തുള്ള ആളെ ചെയർപേഴ്സൺ ആയിട്ട് തെരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം. 3 പോയിന്റ് മനസ്സിലായോ? 1, 2, 3 മനസ്സിലായോ? എനി ഡൗട്ട്സ് ആർക്കെങ്കിലും? ഇയാളോ ശ്രദ്ധിച്ച് നിങ്ങൾ കേട്ടിരിക്കുക. എന്നിട്ട് അതിനുശേഷം നിങ്ങൾ അത് എഴുതണം എന്നില്ല. രണ്ടാമത് ആ സെന്റൻസ് നമ്മൾ എന്താ പറയാ, നോട്ട് ചെയ്യേണ്ടത്. അതായത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിങ്സ് പറയുന്നത് നമ്മൾ നോട്ട് ചെയ്യണം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട്, ക്രിട്ടിക്കൽ ആയിട്ട് നമുക്ക് വളരെ സീരിയസ് ആയിട്ട് ഗവനിക്കേണ്ട ചില പോയിന്റുകളുണ്ട്. അത് നമ്മൾ അണ്ടർലൈൻ ചെയ്ത് അങ്ങനെ പഠിച്ചാൽ മതി. സെപ്പറേറ്റ് നോട്ട് എഴുതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഇതൊരു നോട്ട് തന്നെയാണ്, നല്ല രീതിയിലുള്ള നോട്ട് തന്നെയാണ്. വലിയ കുഴപ്പമില്ലാതെ അത്ര വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സെന്റൻസ് ഒന്നും ഉപയോഗിച്ചിട്ടുള്ളതല്ല. കാരണം അങ്ങനെയുള്ള ഒരു കോഴ്സ് ആണല്ലോ അല്ലെ, നമ്മൾക്ക് ഒരു ക്വാളിഫിക്കേഷൻ ലെവൽ ഉണ്ട്. ആ ഒരു ലെവലിൽ നിന്ന് തുടങ്ങുന്നത് കൊണ്ട് അത്രയും ഹാർഡായിട്ടുള്ള വേർഡ്സോ സെന്റൻസസോ ഇതിനകത്ത് ഇൻക്ലൂഡഡ് അല്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് പറയും നിങ്ങളോട്, ഇന്നത് അവിടെ ഒന്ന് എഴുതി വെക്കാൻ. ഓക്കെ, ഫോർത്ത് വൺ. ഇനി അടുത്തത് എന്താ? The total number of members included in grievance redressal committee shall not exceed 6. ഇനി എന്താ പറയുന്നത്? ഈ ഗ്രീവൻസ് റീഡ്രസൽ കമ്മിറ്റി നമ്മൾ എടുക്കാന്ന് പറഞ്ഞല്ലോ. ഈക്വൽ നമ്പർ എംപ്ലോയറുടെയും എംപ്ലോയിയിൽ നിന്നും എടുത്ത് നമുക്ക് ഒരു കമ്മിറ്റി രൂപീകരിക്കാം. അത് 20 കൂടുതൽ അംഗങ്ങളൊക്കെ ഉള്ള എംപ്ലോയീസ് ഉള്ള ഓർഗനൈസേഷൻ ആണെങ്കിൽ 1-2 കമ്മിറ്റി ഒക്കെ എടുത്താലും കുഴപ്പമില്ല. 1, 2, 3 കമ്മിറ്റിയൊക്കെ ഗ്രീവൻസിന് വേണ്ടിയിട്ട് എടുത്തോട്ടെ, അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല എന്നവർ പറഞ്ഞു. പിന്നെ എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ഈ ഗ്രീവൻസ് റീഡ്രസൽ കമ്മിറ്റിയിൽ മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻക്ലൂഡഡ് ഷുഡ് നോട്ട് എക്സീഡ് 6. 6 പേര് കൂടുതലാകാൻ പാടില്ല. എന്ന് വെച്ചാൽ 3 എംപ്ലോയറുടെ നിർത്താം, 3 എംപ്ലോയറുടെ എടുത്ത് കംപ്ലീറ്റ് ആ കോറം ഫില്ലായി. എന്ന് വെച്ചാൽ 6 പേരും കൂടുതൽ പാടില്ല ഒരു കമ്മിറ്റിയില്. അപ്പൊ ഒരു കമ്മിറ്റിയില് 6 പേര് പാടില്ല, 6 പേരിൽ കൂടുതൽ പാടില്ല. ഓക്കെ, അപ്പൊ വേണമെങ്കിൽ ഇനി അത് വലിയ ഓർഗനൈസേഷൻ, ഒരുപാട് എംപ്ലോയീസ് ഉണ്ട് കമ്മിറ്റിയില്. എന്നിട്ട് ആകെ 6 പേരുടെ ഒരു കുഞ്ഞു കമ്മിറ്റി എടുത്ത് വെച്ചോണ്ടിരിക്കുന്നു. അതിന് വേണ്ട, അതിന് പകരം ഇനി വേറെ ഒരു കമ്മിറ്റി രൂപീകരിച്ചോട്ടെ. മനസ്സിലായോ? വേണമെങ്കിൽ ഫ്ലോർ വൈസ് ഓരോ എന്താ പറയാ, ഫ്ലോർ വൈസ് മാനേജേഴ്സ് ഒക്കെ ഉള്ളതുപോലെ തന്നെ ഓരോ ഫ്ലോറിലും ഓരോ ഗ്രീവൻസ് റിഡ്രസൽ കമ്മിറ്റികൾ രൂപീകരിച്ചോട്ടെ. മനസ്സിലായി? ഒരു ഫ്ലോറിൽ ഇപ്പൊ 20 കൂടുതൽ എംപ്ലോയീസ് ഒറ്റ ഫ്ലോറിൽ, ഫസ്റ്റ് ഫ്ലോറിൽ ജോലി ചെയ്യുന്ന ആൾക്കാര്, അവിടെ തന്നെ 20 കൂടുതൽ മെമ്പേഴ്സ് ഉണ്ട്. അപ്പൊ അവരെന്ത് ചെയ്തു? ഒരു കമ്മിറ്റി അവിടെ രൂപീകരിച്ചു. അടുത്ത ഫ്ലോറിലും ഉണ്ട് അത്രയും തന്നെ ഇട്ടാ. അപ്പൊ അവിടെയും വേറൊരു കമ്മിറ്റി രൂപീകരിച്ചു. കുഴപ്പമില്ല. പക്ഷെ 6 പേരെ പാടുള്ളൂ ഒരു കമ്മിറ്റിയില്. ഇനി ഈ കമ്മിറ്റിയിൽ 6 അംഗങ്ങളെ പാടുള്ളൂ എങ്കിലും ഈക്വൽ ചാൻസ് ടു ബി ഗിവൺ ടു ദ വിമൻ മെമ്പർ. ഇനി സ്ത്രീകളായിട്ടുള്ള മെമ്പർക്ക് ഈക്വൽ ചാൻസും തന്നെ കൊടുക്കണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആണിനെയാണ് നമ്മൾ എന്താ പറയാ എംപ്ലോയറുടെ ഭാഗത്തുനിന്ന് എടുക്കണമെങ്കിൽ അപ്പുറത്തുനിന്ന് അപ്പം എടുക്കേണ്ടത് ഒരു എംപ്ലോയിനെ എടുക്കുമ്പോൾ അത് പെണ്ണിനെ ആയിരിക്കണം. എന്ന് വെച്ചാൽ ഈക്വൽ ചാൻസ് കൊടുക്കണം 2 പേർക്കും. ഇപ്പൊ 2 ആണുങ്ങൾ മെയിലാണെങ്കിൽ 2 പെണ്ണുങ്ങൾക്ക്. അങ്ങനെ പ്രൊപ്പോർഷനേറ്റ്ലി നമ്പർ ഓഫ് മെമ്പേഴ്സ് കൂടുന്നതിന് അനുസരിച്ച് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് അതനുസരിച്ച് സ്ത്രീകളുടെ എണ്ണത്തിലും വർധനവുണ്ടായി. അങ്ങനെയും കൂടി നോക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായോ? ഗ്രീവൻസ് റീഡ്രസൽ കമ്മിറ്റിയില് since the number of members are more than 2, 2-ൽ കൂടുതൽ പേര് എടുക്കുമ്പോൾ നമ്മൾ അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് തന്നെ വിമനിൽ നിന്നും സെലക്ട് ചെയ്യണം. ഒരാളാണെങ്കിൽ ഒരെണ്ണം വീതം, ഒരു വിമൻ ഒരു മെൻ അങ്ങനെ എടുക്കണം. മനസ്സിലായ? അപ്പൊ അതിന് മനസ്സിലായ? 4-മത്തെ ഓക്കെ, 4-മത്തെ പോയിന്റിൽ നമുക്ക്
ആദ്യത്തെ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. പോയിന്റ് ഓരോന്നും ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ അതിൽ കൂടുതലും എന്താ പറയാ ബാക്കിയുള്ള പറയുന്ന പോയിന്റ് കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. ഓക്കെ, ആദ്യത്തെ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. നാലാമത്തെ പോയിന്റ്. ദെൻ അടുത്തത് എന്താന്ന് പറയുന്നത്, ഇനി ഈ പറയുന്ന സെക്ഷനിൽ ഈ പറയുന്ന നമ്മുടെ സെക്ഷൻ 9C ഓഫ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് 1947 വൈ വി ആർ സെറ്റിംഗ് അപ്പ് ഗ്രീവൻസ് റിഡ്രസൽ കമ്മിറ്റി, ഈ റിഡ്രസൽ കമ്മിറ്റി നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് എന്താണ്, ഇറ്റ് ഷുഡ് നോട്ട് അഫക്ട് ദ വർക്ക് റൈറ്റ്സ് ഓഫ് ദ വർക്ക്മെൻ. അത് എംപ്ലോയീസിന്റെ അവകാശങ്ങളെ അഫക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കമ്മിറ്റി ആയിരിക്കരുത് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ സെലക്ട് ചെയ്യുന്നതും അതുപോലെ ചൂസ് ചെയ്ത് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതും. ദാറ്റ് മീൻസ് അവര് എന്താ പറയാ, ചിലപ്പോ ആ ഒരു ആക്ട് പ്രകാരം ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് അത് ചിലപ്പോ ചില പ്രശ്നങ്ങൾ, അതായത് എംപ്ലോയീസിന്റെ ഇടയിൽ അവരുടെ അവകാശങ്ങൾക്ക് എന്താ പറയാ എതിര് നിൽക്കുന്ന അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങളെ വകവയ്ക്കാത്ത രീതിയിലുള്ള ചില കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നാൽ അത് ബുദ്ധിമുട്ടാണ്. അത് കൂടുതൽ ചിലപ്പോൾ തർക്കങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഇറ്റ് മേ റേസ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് among the employees. എംപ്ലോയീസിന്റെ ഇടയിൽ ചില ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ഒക്കെ കൊണ്ടുവരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഗ്രീവൻസ് റിഡ്രസൽ കമ്മിറ്റി when it is formed, അങ്ങനെ ഫോം ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഷുഡ് നോട്ട് അഫക്ട് ദ റൈറ്റ് ഓഫ് ദ വർക്ക്മാൻ. അത് വർക്ക്മാനിന്റെ അവകാശത്തെ ബാധിക്കുന്ന രീതിയിലൊന്നും ആകരുത്. എന്ന് വെച്ചാൽ എന്താ, ഒരു എംപ്ലോയീസിനെയും ഫേവർ ചെയ്തോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇവരോട് ഏതെങ്കിലും രീതിയിൽ പാർഷ്യാലിറ്റി കാണിക്കുന്നതോ ആയിട്ടുള്ള ആളുകളെ ഒന്നും നമുക്ക് ഇതിനകത്ത് ഈ കമ്മിറ്റിയിലൊന്നും ഉൾപ്പെടുത്താൻ പറ്റില്ല. അപ്പൊ കമ്മിറ്റി അങ്ങനെയുള്ളതായിരിക്കും, ട്രാൻസ്പെറന്റ് ആയിരിക്കും, ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഇതായിരിക്കും, എല്ലാവരെയും ഒരുപോലെ കാണുന്ന രീതിയിൽ. അപ്പൊ ആ ഒരു ഇത് ആക്ട് പറയുന്നുണ്ട് എന്നാണ് പറയുന്നത്. ക്ലിയർ ആയോ? The setting up of grievance redressal committee shall not affect the right of the workman to raise industrial dispute. അവിടെ വരെ മതി കേട്ടാ, അവിടെ വരെ അണ്ടർലൈൻ ചെയ്താൽ മതി. വർക്ക്മാന്റെ റൈറ്റിന് അഫക്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സിന് വഴിതെളിക്കുന്നതോ ആകരുത്, തർക്കങ്ങൾക്ക് വഴിതെളിക്കുന്നതോ ആകരുത്. ക്ലിയർ ആയോ? യെസ്. Then അടുത്തത് എന്താണ്, the redressal committee. ഈ കമ്മിറ്റിയിൽ it should have to complete the proceedings within 30 days on receipt of written application by or on behalf of the aggrieved party. ഈ കമ്മിറ്റിക്ക് മറ്റൊരു ഉത്തരവാദിത്വം ഉണ്ട്. എന്താണ്, ഈ എംപ്ലോയീസിന്റെ പരാതികൾ കേൾക്കുക മാത്രമല്ല ചെയ്യേണ്ടത്. എംപ്ലോയീസിന് എന്തെങ്കിലും പരാതി ഉണ്ട്, ഓക്കെ ശരി, കമ്മിറ്റിയോട് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഇങ്ങനെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, നമ്മളിവിടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇന്ന കാര്യങ്ങൾ ചില പരാതികളുണ്ട് എന്ന് പറഞ്ഞിട്ട് ആരെ അറിയിക്കും? ഇങ്ങനെ ഒരു കമ്മിറ്റീനെ രൂപീകരിച്ച് വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മൾ അവരെ ചെന്ന് അറിയിക്കുകയാണ് എങ്കിൽ ആ റെസിപ്റ്റ് ഓഫ് ആപ്ലിക്കേഷൻ, അതായത് അങ്ങനെ ഒരു റിട്ടേൺ ആപ്ലിക്കേഷൻ അവരിങ്ങനെ തന്നേക്കാണ്, ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ മുമ്പിൽ അപേക്ഷ സമർപ്പിച്ചാൽ ആ കമ്മിറ്റിയുടെ ഉത്തരവാദിത്തമാണ് വിതിൻ 30 days, അതായത് ആ കംപ്ലൈന്റ് എന്ന് കിട്ടിയോ അതിന് ശേഷമുള്ള 30 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം, നമ്മൾ അതിന് വേണ്ടിയിട്ട് ഉള്ള ബാക്കിയുള്ള കാര്യങ്ങൾ പ്രൊസീഡിങ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് 30 ദിവസത്തിനുള്ളിൽ ബാക്കിയുള്ള പേപ്പർ വർക്കുകളോ മറ്റു കാര്യങ്ങളോ എന്തൊക്കെയാണോ അതൊക്കെ അന്വേഷിച്ച് കണ്ടെത്തി ആ അഗ്രീവ്ഡ് പാർട്ടി ആരാ, കംപ്ലൈന്റ് കൊടുത്തേക്കുന്ന പാർട്ടി ഉണ്ടല്ലോ, അവർക്ക് വേണ്ടിയുള്ള ബാക്കി കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള ഉത്തരവാദിത്തം നമ്മുടെ ഗ്രീവൻസ് റിഡ്രസൽ കമ്മിറ്റിക്ക് ഉണ്ട്. ഓക്കെ, ഗ്രീവൻസ് റിഡ്രസൽ കമ്മിറ്റി മേ കംപ്ലീറ്റ് ഇറ്റ്സ് പ്രൊസീഡിങ്സ്, അതിന്റെ പ്രൊസീഡിങ്സ് കംപ്ലീറ്റ് ചെയ്യണം ഏത് ദിവസത്തിനുള്ളിൽ? വിതിൻ 30 days ഓൺ ദ റെസിപ്റ്റ് ഓഫ് റിട്ടൺ ആപ്ലിക്കേഷൻ. ഏത് തയ്യാറാക്കിയ ആപ്ലിക്കേഷൻ കിട്ടിയതിന് 30 ദിവസത്തിനുള്ളിൽ ഓൺ ബിഹാഫ് ഓഫ് ദ അഗ്രീവ്ഡ് പാർട്ടി. ആര് തന്നത്? അഗ്രീവ്ഡ് പാർട്ടി തന്നിരിക്കുന്ന ആ ഒരു ആപ്ലിക്കേഷൻ തയ്യാറാക്കി തന്നിട്ട് 30 ദിവസത്തിനുള്ളിൽ നമ്മളത് അതിന്റെ പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. ക്ലിയർ ആണോ? ആറാമത്തെ പോയിന്റ് ക്ലിയർ ആയോ? ഇവിടെ ആർക്കും മനസ്സിലാവാത്തതില്ലല്ലോ? യെസ്. അടുത്തത് ദ വർക്ക്മാൻ ഹു ഈസ് അഗ്രീവ്ഡ്. ഇനി ഇതുപോലെ നമുക്ക് ഈ എംപ്ലോയീസിന് ആർക്കാണോ ഈ പറയുന്ന കംപ്ലൈന്റുകളൊക്കെ ഉള്ളത്, അങ്ങനെയുള്ള കംപ്ലൈന്റുകളുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം? ദേ ക്യാൻ ഗോ ടു ദ റിഡ്രസൽ കമ്മിറ്റി. അവര് ആരെയാണ് സമീപിക്കുക? തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ഗ്രീവൻസ് റിഡ്രസൽ കമ്മിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ അവരോട് പറയും. ഇപ്പൊ നമ്മൾക്ക് കംപ്ലൈന്റുകൾ ഉണ്ടെന്ന് വിചാരിക്കാം, ഇപ്പൊ മാനേജ്മെന്റിലേക്ക് നേരിട്ട് അറിയിക്കണമെന്നില്ല, ചിലപ്പോ അതിന്റെ ഹെഡോ അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഹെഡിനെ ആയിട്ട് നമുക്ക് എംപ്ലോയീസ് ആ കാര്യങ്ങൾ അറിയിക്കാം. ആ ഹെഡ് കുറെ എംപ്ലോയീസ് ഒക്കെ ഉണ്ടെങ്കിലാണ് ഇങ്ങനെ ഒരു കമ്മിറ്റി ഒക്കെ രൂപീകരിക്കേണ്ട ആവശ്യം. അപ്പൊ ഹെഡിനോട് പറയുന്നു, അപ്പൊ ഹെഡ് എന്ത് ചെയ്യുന്നു? അതിന്റെ ആയിട്ടുള്ള കാര്യങ്ങൾ മാനേജ്മെന്റിലേക്ക് അറിയിക്കുന്നു. അങ്ങനെയാണ്. പക്ഷെ ഇതൊരു റിഡ്രസൽ കമ്മിറ്റി ഫോം ചെയ്തിരിക്കെ ഒരു ഓർഗനൈസേഷനിലാകുമ്പോൾ ഇങ്ങനെയുള്ള പരാതികളെ കേൾക്കുന്ന കമ്മിറ്റി ഉണ്ടായിരിക്കും. ആ കമ്മിറ്റി ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം?
കമ്മിറ്റിയിലായിരിക്കും നമ്മൾ ചെന്നിട്ട് പരാതികൾ പറയാം. പക്ഷേ ഇഫ് ദ ഡിസിഷൻസ് ടേക്കൺ ബൈ ദ കമ്മിറ്റി, നമ്മുടെ ഈ ഗ്രീവിയൻസ് റിഡ്രസൽ കമ്മിറ്റി അവരെടുത്തിരിക്കുന്ന തീരുമാനമൊക്കെ നമ്മൾ നോക്കി, അപ്പൊ അവരെന്ത് ചെയ്യുന്നു, അവരതില് വലിയ തൽപരരല്ല, അല്ലെങ്കിൽ അവര് അതിനകത്ത് സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ they can go for an appeal. എന്ത് ചെയ്യാം, ഈ പറയുന്ന കാര്യത്തിന് നമുക്ക് എംപ്ലോയറുടെ അടുത്തേക്ക് വേണമെങ്കിൽ ഇതിന് അപ്പീൽ പോകാം. എന്നുവെച്ചാൽ അവര് തന്ന സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു സെറ്റിൽമെന്റ് ഓഫ് ആ ഒരു കംപ്ലൈന്റ്, ആ കംപ്ലൈന്റ് സെറ്റിൽ ചെയ്ത രീതിയോ അല്ലെങ്കിൽ അതിൽ വലിയ താല്പര്യവും ഇല്ല, അത് അത്രയും അങ്ങോട്ട് സാറ്റിസ്ഫൈഡ് അല്ല, സംതൃപ്തരല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എംപ്ലോയറുടെ അടുത്തേക്ക് നമ്മുടെ ഗ്രീവൻസുകൾ നേരിട്ട് അറിയിക്കാം. എന്താണ്, ഫ്രം വിതിൻ 1 month ഓഫ് ദ ഡേറ്റ് ഓഫ് റെസിപ്റ്റ്. അത് മാനേജേഴ്സിനേക്ക് നമുക്ക് അപ്പീൽ കൊടുക്കാം. മാനേജേഴ്സ് ആ ഒരു അപ്പീല് തങ്ങളുടെ കയ്യിൽ കിട്ടി എന്ത് ചെയ്തോളണം, വിതിൻ 1 month, 1 മാസത്തിനുള്ളിൽ അത്തരം കംപ്ലൈന്റുകൾ ഡിസ്പോസ് ചെയ്യണം. ആൻഡ് ഓൾസോ അറ്റ് ദ സെയിം ടൈം എ കോപ്പി ഓഫ് സച്ച് ഡിസ്പോസൽ, ആ ഒരു കംപ്ലൈന്റ് പരിഹരിച്ചു എന്നുള്ളതിന്റെ കോപ്പി ഒരെണ്ണം എന്ത് ചെയ്യണം, ആ ആളുകൾക്ക് അത് വർക്കുമെന്ന് ആരാണോ കൊടുത്ത് അവർക്ക് എന്ത് ചെയ്തോളണം, അത് സെൻഡ് ചെയ്തോളണം, അവരുടെ കയ്യിലേക്ക് കൊടുത്തോളണം, ഇന്ന രീതിയിൽ പരിഹരിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ സാധാരണ ഗ്രീവൻസ് കൊടുക്കുന്നത് അല്ലെങ്കിൽ പരാതികൾ അറിയിക്കുന്നത് ഗ്രീവൻസ് റിഡ്രസൽ കമ്മിറ്റിയിലാണ്. പക്ഷെ അവരുടേതായ സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ എംപ്ലോയർക്ക് നമുക്ക് വേണമെങ്കിൽ അപ്പീൽ കൊടുക്കാം. എംപ്ലോയർക്ക് അപ്പീൽ കൊടുത്തു കഴിഞ്ഞാൽ അവരൊരു 1 monthനുള്ളിൽ ഈ പറയുന്ന കംപ്ലൈന്റുകൾ ഡിസ്പോസ് ചെയ്യുകയും ആൻഡ് എ കോപ്പി ഓഫ് 1 such disposal of grievance, അത്തരം ഗ്രീവൻസിന്റെ ഡിസ്പോസലുകൾ എങ്ങനെ അവർ ചെയ്തു എന്നുള്ളതിന്റെ ഒരു കോപ്പിയും ആ പറയുന്ന വർക്ക്മെന്റ് എന്ത് ചെയ്യണം, സെൻഡ് ചെയ്തോളണം എന്നാണ് പറഞ്ഞത്. ക്ലിയർ ആണോ നോക്കിയേ നോക്ക്. When the workman who is aggrieved of the decision of the grievance redressal committee may prefer an appeal to the employer against the decision of grievance redressal committee, and the employer shall within 1 month from the date of the receipt of such appeal dispose of the same and send a copy of his decision to the workman concerned. At sentence ആണത്, മനസ്സിലായോ? അപ്പൊ നമ്മൾ ഗ്രീവൻസ് റീഡ്രസൽ കമ്മിറ്റിയിൽ നമ്മൾ നമ്മളുടെ കംപ്ലൈന്റ് അറിയിക്കുന്നു, പക്ഷെ നമ്മൾ അതില് എന്നിട്ടും സാറ്റിസ്ഫൈഡ് അല്ല. വി ആർ അഗ്രീവ്ഡ്. അഗ്രീവ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ആ ഒരു ആവശ്യം എന്താ പറയാ സാധൂകരിക്കപ്പെട്ടില്ല, അല്ലെങ്കിൽ ആവശ്യം നമ്മളുടേത് നമുക്ക് പോസിറ്റീവായിട്ട് നമുക്ക് കിട്ടിയില്ല എങ്കിൽ എന്ത് ചെയ്യാം, അപ്പീൽ കൊടുക്കാം. ആർക്കാ കൊടുക്കുന്നത്, എംപ്ലോയർക്ക്. ആ സെന്റൻസ് ഫുള്ള് അണ്ടർലൈൻ ചെയ്യണം, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് വൺ. ഇനി ഈ സെക്ഷനിൽ എല്ലാ എംപ്ലോയീസിനും ഷാൽ അപ്ലൈ ടു ദ വർക്ക്മെൻ. ആർക്ക് വേണമെങ്കിലും ഗ്രീവൻസ് റീഡ്രസൽ കമ്മിറ്റിയോട് എന്ത് ചെയ്യാം, അവരുടെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ എസ്റ്റാബ്ലിഷ്മെന്റിലെ ആ ഓർഗനൈസേഷനിലെ റീഡ്രസൽ മെക്കാനിസം ഗ്രീവൻസ് റീഡ്രസൽ കമ്മിറ്റിയോട് അവരുടെ കാര്യങ്ങൾ പറയാം. ഏത് വർക്ക്മെനും അത് പറയാം. ഷാൽ അപ്ലൈ എന്ന് പറയുന്നത് എനി വർക്ക്മെൻ in the section shall apply to the workman for whom there is an established grievance redressal mechanism. ഒരു ഓർഗനൈസേഷനിൽ ഗ്രീവൻസ് റിഡ്രസൽ മെക്കാനിസം ഉണ്ടെങ്കിൽ ഏത് എംപ്ലോയീസിനും അവരുടെ പരാതികൾ ഇവിടെ നമുക്ക് അറിയിക്കാവുന്നതാണ്. ഇതെല്ലാമാണ് നമ്മളുടെ സെക്ഷൻ 9C ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് 1947 ഗ്രീവൻസ് റീഡ്രസലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ എടുത്തു പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയോ? 8 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തേത് പറഞ്ഞത് എന്തിനെ സംബന്ധിക്കുന്നതാ, നമ്മള് കമ്മിറ്റി രൂപീകരിക്കണം, ആ കമ്മിറ്റിയിൽ ഈക്വൽ നമ്പർ ഓഫ് എംപ്ലോയറിൽ നിന്നും എംപ്ലോയിയിൽ നിന്നും എടുക്കണം എന്ന് പറഞ്ഞു. രണ്ടാമത് പറഞ്ഞത് എംപ്ലോയർ അതിനു മുമ്പ് പറഞ്ഞത് ഒന്നോ അതിലധികമോ ഗ്രീവൻസ് റീഡ്രസൽ കമ്മിറ്റികൾ നമുക്ക് ഉണ്ടാക്കാം. ഇഫ് ദ നമ്പർ ഓഫ് എംപ്ലോയീസ് ആർ 20 or more, 2 അതിൽ കൂടുതലോ 20 അതിൽ കൂടുതലോ എംപ്ലോയീസ് ഉണ്ടെങ്കിൽ 1 അതിൽ കൂടുതലോ ഗ്രീവൻസ് റീഡ്രസൽ കമ്മിറ്റി ഉണ്ടാക്കാന്നാണ് ഒന്നാമത് പറഞ്ഞത്. എംപ്ലോയറിൽ നിന്നും എംപ്ലോയിയിൽ നിന്നും ഈക്വൽ നമ്പർ ഓഫ് അംഗങ്ങളെ മെമ്പേഴ്സിന് വേണം ഈ കമ്മിറ്റിയിലേക്ക് ഉൾപ്പെടുത്താനായിട്ട്. കൂടാതെ അതിൽ നിന്ന് ഒരു ചെയർപേഴ്സൺ ഓഫ് ദ ഗ്രീവൻസ് റീഡ്രസൽ കമ്മിറ്റി പറഞ്ഞിട്ടുണ്ട്. ആളെ നമ്മൾ സെലക്ട് ചെയ്തത് റൊട്ടേഷൻ ബേസിസിലാണ്. അത് ഒരു വർഷം നമ്മൾ എംപ്ലോയറിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ അടുത്ത വർഷം എംപ്ലോയിൽ നിന്ന് എടുക്കുന്നു. പിന്നെ റീഡ്രസൽ കമ്മിറ്റിയിൽ മോർ ദാൻ 6 അംഗങ്ങളെ കൂടുതൽ പാടില്ല. ഇനി മാത്രമല്ല അതിൽ എടുക്കുമ്പോൾ ഈക്വൽ ചാൻസ് ആണ് മെയിൽസിനും ഫീമെയിൽസിനും കൊടുക്കേണ്ടത്. വുമൺ മെമ്പറിനും അതുപോലെ മാനിനും കൊടുക്കേണ്ടത് ഈക്വൽ നമ്പർ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടാണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞു. ഗ്രീവൻസിന്റെ റീഡ്രസൽസ് ഒക്കെ
നമ്മള് അത് എന്താ പറയാ വർക്ക്മെന്റെ റൈറ്റ്സിനെ അവകാശങ്ങളെ എന്താ പറയാ അഫക്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സിലേക്ക് നയിക്കുന്നതോ ആകരുത്. അങ്ങനെയുള്ള കമ്മിറ്റികളാകരുത്. മാത്രമല്ല 30 ഡേയ്സിനുള്ളിൽ റിഡ്രസൽ കമ്മിറ്റി എന്ത് ചെയ്യണം? ഹാവ് ടു ഡിസ്പോസ്. ഈ പറയുന്ന ആപ്ലിക്കേഷൻ കിട്ടി 30 ദിവസത്തിനുള്ളിൽ അഗ്രീവ്ഡ് പാർട്ടിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രൊസീഡിങ്സും കംപ്ലീറ്റ് ചെയ്തിരിക്കണം. പിന്നെ പറഞ്ഞു വർക്ക്മെന് എന്താ പറയാ എംപ്ലോയർക്ക് നമ്മള് എന്താ പറയാ ഗ്രീവൻസ് റിഡ്രസൽ കമ്മിറ്റിക്ക് കംപ്ലൈന്റുകൾ കൊടുത്തു. ആൻഡ് അതിന്റെ സൊല്യൂഷൻസിൽ നോട്ട് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ വി ക്യാൻ പ്രിഫർ അവർ അപ്പീൽ ടു ദ എംപ്ലോയർ. എംപ്ലോയർക്ക് നമുക്ക് പ്രിഫർ ചെയ്യാം എന്ത് ചെയ്യാനായിട്ട്? നമ്മുടെ അപ്പീൽ കൊടുക്കാനായിട്ട്. എംപ്ലോയർ അത് കിട്ടിക്കഴിഞ്ഞ് 30 ദിവസത്തിനുള്ളിൽ 1 മന്തിനുള്ളിൽ അല്ലെ 1 മന്തിനുള്ളിൽ ആ അപ്പീലിന് ഉള്ള കാര്യങ്ങൾ നോക്കി അതിനുശേഷം അത് ഡിസ്പോസ് ചെയ്യുകയും അതിന്റെ കോപ്പി വർക്ക്മെന് കൺസേൺഡ് വർക്ക്മെന് സെൻഡ് ചെയ്യുകയും വേണം. ഇനി ഏത് വർക്ക്മെനും ഗ്രീവൻസ് റിഡ്രസൽ മെക്കാനിസം ആ ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടെങ്കിൽ അവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. എല്ലാം കിട്ടിയോ? 8 പോയിന്റും കിട്ടിയോ? ഓക്കെ ആണല്ലോ. അടുത്തതിലേക്ക് പോവുകയാണ്. 8 എന്താ പറയാ നമ്മളുടെ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ടിൽ കുറച്ച് ആക്ടുകൾ പറഞ്ഞിരിക്കുന്നത് 9C പറഞ്ഞിരിക്കുന്നത് കുറച്ച് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരുന്നു നമ്മൾ 8 പോയിന്റ് പറഞ്ഞത്. നെക്സ്റ്റ് വൺ ഗ്രീവൻസ് റെസൊല്യൂഷൻ മെത്തേഡ്സ്. ഇനി എങ്ങനെയാണ് നമ്മൾ ഗ്രീവൻസുകളെ റിസോൾവ് ചെയ്യുന്നത് വെച്ചാൽ പരിഹരിക്കുന്നത്? അതിന്റെ രീതികളാണ് കേട്ടോ. പല രീതിയിൽ നമുക്ക് പരാതികളെ പരിഭവങ്ങളെയൊക്കെ ഇല്ലാണ്ടാക്കാം, അത് റിസോൾവ് ചെയ്യാം അല്ലെങ്കിൽ സോൾവ് ചെയ്യാം. ഹൗ എങ്ങനെയൊക്കെയാണ്? അങ്ങനെ കുറച്ച് മെത്തേഡുകൾ ഉണ്ട്. ഒന്ന് കളക്റ്റീവ് ബാർഗൈനിങ് ആണ്, ഒന്ന് മീഡിയേഷൻ ആണ്, ഒന്ന് കോൺസിലിയേഷൻ ആണ്, മറ്റൊന്ന് ആർബിട്രേഷൻ ആണ്, ആൻഡ് ലാസ്റ്റ് വൺ ഈസ് അഡ്ജുഡിക്കേഷൻ. ഈ 5 രീതികൾ ഏതെങ്കിലും രീതി അവലംബിച്ച് they can solve the grievance of the employees. എംപ്ലോയീസിന്റെ പരാതികൾ തീർക്കാം. പക്ഷെ പരാതികളുടെ ആധിക്യം അല്ലെങ്കിൽ അതിന്റെ തീവ്രത എത്രത്തോളം ഉണ്ടോ അതനുസരിച്ചുള്ള മെത്തേഡായിരിക്കും നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുക. വളരെ കുഞ്ഞു നിസ്സാര പ്രശ്നമൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാം? പെട്ടെന്ന് പരിഹരിക്കാമല്ലോ. അതാണ് പറഞ്ഞത്. മനസ്സിലായോ? പരാതികളുടെ എന്താ പറയാ കാഠിന്യം, ഗൗരവം എത്രത്തോളം ഉണ്ടോ ആ ഗൗരവത്തിനനുസൃതമായിട്ട് they can apply any of one this methods. ഈ കൊടുത്തിരിക്കുന്ന മെത്തേഡുകളിൽ ഏതെങ്കിലും ഒരെണ്ണം സ്വീകരിക്കാം. അപ്പൊ ഏതൊക്കെയാണ് മെത്തേഡ്? കളക്റ്റീവ് ബാർഗൈനിങ്, മീഡിയേഷൻ, കോൺസിലിയേഷൻ, ആർബിട്രേഷൻ ആൻഡ് അഡ്ജുഡിക്കേഷൻ. പരാതികളും പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്ന മാർഗമാണ്. ഒന്നാമത്തേത് കളക്റ്റീവ് ബാർഗൈനിങ്. കളക്റ്റീവ് ബാർഗൈനിങ് എന്താ? If any employee have some issues, it can be solved together. അത് മാനേജ്മെന്റും അതുപോലെ തന്നെ നമ്മുടെ എംപ്ലോയീസിനെ ഒക്കെ വിളിച്ചിരുത്തിയിട്ട് മാനേജ്മെന്റ് ഉൾപ്പെടുത്തണമെന്ന് നിർബന്ധമൊന്നുമില്ല. അവിടെ ആ കമ്മിറ്റിക്കാർക്ക് തന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? അതിന് ഒരു സൊല്യൂഷൻ കൊടുത്ത് അത്തരം എന്താ പറയാ വിലപേശലുകളിലൂടെ വിലപേശലിലൂടെ എംപ്ലോയീസിന്റെ ബാർഗൈനിങ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എംപ്ലോയീസിന്റെ ബാർഗൈനിങ് എന്ന് പറഞ്ഞാൽ അവരുടെ പല അവകാശങ്ങൾ അവർ ചോദിച്ചു വാങ്ങിക്കുന്നതാ. ക്ലിയർ ആകുന്നുണ്ടോ പറയുന്നത്? ബാർഗൈനിങ് എന്തിനെ കുറിച്ച് ബാർഗൈൻ ചെയ്യും? നമ്മളൊരു കടയിൽ ചെന്നിട്ട് ബാർഗൈൻ ചെയ്യും. അതെന്താ ബാർഗൈനിങ്? വിലപേശല്. അവിടുത്തെ വിലപേശൽ എന്താ? നമുക്ക് നമ്മൾ ചോദിക്കുന്ന സാധനത്തിന് നമ്മൾ വില കുറച്ച് പറയുന്നു. വല്ല മീൻ കടയിലൊക്കെ ചെന്നാലൊക്കെ പറ്റുള്ളൂ. അല്ലാതെ ഒരു സ്റ്റേഷനറി കടയിലോ ടെക്സ്റ്റൈൽ ഷോപ്പിലോ ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ അങ്ങനെ അത്ര പറ്റില്ല. കാരണം അതിന് ഒരു റീറ്റെയിൽ പ്രൈസ് ഉണ്ട് അല്ലെ? മാക്സിമം റീറ്റെയിൽ പ്രൈസ് അവിടെ MRP വില അവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. ആ വില നമ്മൾ കൊടുക്കേണ്ടി വരും. അതല്ലാതെയുള്ള ചില മീൻ കടയിലൊക്കെ നമുക്ക് ചെല്ലുമ്പോൾ മാർക്കറ്റിലേക്കൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ എന്താ പറയാ 100 രൂപ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ 100 രൂപയ്ക്കില്ല എത്രയൊക്കെ പറഞ്ഞ് നമ്മൾ വാങ്ങിക്കും അല്ലെ? അതാണ് വിലപേശൽ. അത് കസ്റ്റമേഴ്സ് എന്തെങ്കിലും പ്രോഡക്റ്റ് വാങ്ങിക്കാൻ പോകുന്നത്. ഇവിടെ എംപ്ലോയീസിന്റെ ബാർഗൈനിങ് മീൻസ് ദ ബാർഗൈനിങ് ഓഫ് ദെയർ റൈറ്റ്സ്. പല അവകാശങ്ങളാണ്. മേ ബി റിഗാർഡിംഗ് ദെയർ വേജസ്, അവരുടെ കൂലിയെ സംബന്ധിക്കുന്നതാകാം, അവരുടെ മറ്റേതെങ്കിലും തരത്തിലുള്ള ബോണസോ മറ്റു പ്രോഫിറ്റോ മറ്റു കാര്യങ്ങളെ കുറിച്ചൊക്കെ ആയിരിക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ബാർഗൈനിങ് ഉണ്ടെങ്കിൽ ദാറ്റ് ക്യാൻ ബി റിസോൾവ്. അതെങ്ങനെ റിസോൾവ് ചെയ്യാൻ പറ്റും? ടുഗദർ, എല്ലാവരും കൂടി ചേർന്ന് എംപ്ലോയീസിനെ വിളിച്ചിരുത്തി ആ കമ്മിറ്റിയിലെ ബന്ധപ്പെട്ട ആൾക്കാരോ ഒക്കെ വന്നിരുന്നിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി അവിടെ തന്നെ വെച്ചിട്ട് വേറെ എന്താ പറയാ പുറത്ത് ഒരു ആൾക്കാർ അറിയാതെ സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദാറ്റ് ഈസ് ദ ഫസ്റ്റ് തിങ്. ഒന്നാമത്തെ റിസോൾവ് ടുഗദർ ആണ്. എല്ലാവരും കൂടി ചേർത്ത് എന്നിട്ട് സോൾവ് ചെയ്തിരിക്കുന്നു. മനസ്സിലായ? കളക്റ്റീവ് ബാർഗൈനിങ് മനസ്സിലായ? ഗ്രീവൻസുകൾ സോൾവ് ചെയ്യാനുള്ള ഒന്നാമത്തെ രീതിയാണ് കളക്റ്റീവ് ബാർഗൈനിങ്. ഇഷ്യൂസ് ഓഫ് വേരിയസ് എംപ്ലോയീസ് ക്യാൻ ബി റിസോൾവ്ഡ് ടുഗദർ. ഒരുമിച്ച് എല്ലാം കൂടി പരാതികളൊക്കെ കേട്ട് മനസ്സിലാക്കി അതിന് എന്താ പറയാ തക്കതായ പരിഹാരം എല്ലാവരും കൂടി ചേർന്ന് ആരംഭിച്ച് കണ്ടെത്തുന്നത്. സെക്കൻഡ് വൺ മീഡിയേഷൻ ആണ്. എന്താ മീഡിയേഷൻ? മീഡിയേഷൻ എന്ന് പറയുമ്പോൾ നമ്മള് പറയുമല്ല, ഒരു മീഡിയേഷൻ എന്ന് പറഞ്ഞ ഒരു മധ്യവർത്തി എന്നൊക്കെ പറയുമല്ലോ, മീഡിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.
in such cases, എന്താ പറയാ ഓർഗനൈസേഷനിൽ there will be some problems regarding the employees. എംപ്ലോയീസിന്റെ പല ഗ്രീവിയൻസുകളും അല്ലെങ്കിൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യും? They will take a voluntary method of solving such complaint. അത്തരം കംപ്ലൈന്റുകൾ അല്ലെങ്കിൽ ഗ്രീവൻസുകളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ ഒരു വോളണ്ടറി മെത്തേഡ് സ്വമേധയ ആ ഓർഗനൈസേഷൻ തന്നെ എന്തെങ്കിലും ഒരു രീതി അവലംബിക്കും. എന്തിന്? എങ്ങനെ അത് പരിഹരിക്കാം, എന്താണ് അതിന്റെ കാര്യങ്ങൾ, അതിന് വേണ്ടിയിട്ടുള്ള ചില ഫോർമൽ പ്രൊസീജിയേഴ്സ് ഒക്കെ അവർ അവലംബിക്കും. മനസ്സിലായോ? അതായത് അവിടെ അടുത്ത സെന്റൻസ് തൊട്ടടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഒരു അൺബയാസ്ഡ് തേർഡ് പാർട്ടിയിൽ ഉൾപ്പെടുത്താതെ. എന്ന് വെച്ചാൽ എന്താ? മറ്റൊരു ചെവി അറിയാതെ, മനസ്സിലായ, മറ്റാരെങ്കിലും പരിഹാരത്തിന് ഇടനിലക്കാരനായി കൊണ്ടുവരാതെ എന്ത് ചെയ്യുന്നു? അവര് സ്വമേധയാ ചില കാര്യങ്ങൾ തീരുമാനിച്ച് ഇന്നതാണ് ഇതിന്റെ സൊല്യൂഷൻസ്. മറ്റേതിൽ എന്ത് ചെയ്തു? എല്ലാവരും കൂടി ചേർന്ന്, എംപ്ലോയീസ് അടക്കം ചേർന്നിട്ട് അവരെ ഇരുത്തിയിട്ട് കൂടിയാലോചിച്ച് അതിനൊരു പരിഹാരം കണ്ടു. രണ്ടാമത്തേതിൽ അങ്ങനെയല്ല. രണ്ടാമത്തേതിൽ കുറച്ചുകൂടി ചിലപ്പോൾ ഇച്ചിരി സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും ഗ്രീവൻസ് കംപ്ലൈന്റ് ആയിരിക്കാം. അപ്പൊ എന്ത് ചെയ്തു? അതിന് പരിഹാരം ചെയ്യാനായിട്ട് വോളണ്ടറിലി മീൻസ് ദ ഓർഗനൈസേഷൻ ഇറ്റ്സെൽഫ്, ഓർഗനൈസേഷന്റെ മാനേജ്മെന്റ് സ്വമേധയാ ചില കാര്യങ്ങൾ തീരുമാനിക്കുന്നു, എന്നിട്ട് അത് എംപ്ലോയീസിനെ അറിയിക്കുന്നു. അങ്ങനെ പരിഹരിക്കുന്നു. മറ്റാളുകളെ ഉൾപ്പെടുത്താതെ, മറ്റാളുകളിൽ നിന്ന് പുറമേയുള്ള ഔട്ട്സൈഡേഴ്സിനെ ആകാം, അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഉപദേശകരൊക്കെ ആയിട്ടുണ്ടാവും, അഡ്വൈസ് ചെയ്യാനുള്ള വല്ല അഡ്വൈസിങ് കമ്മിറ്റിയിലേക്ക് വിളിച്ച് ഇതിന് നമ്മൾ എന്ത് പരിഹാരം കാണും അവരോടും കൂടി അറിയിച്ച് വെറുതെ എന്താ പറയാ ആ ഒരു കംപ്ലൈന്റിന്റെ ആ ഒരു ഇത് കൂട്ടുകയാണ് ചെയ്യാം. മറ്റുള്ളവരെ അറിയുമ്പോൾ ആ പ്രശ്നം പുറത്തേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ് അല്ലെ? ഒരു ഓർഗനൈസേഷനിൽ ഇഫ് ദേ ഹാവ് സം പ്രോബ്ലംസ് ഇറ്റ് ഷുഡ് ബി സോൾവ്ഡ് ഇൻ ഇറ്റ് സൈഡ് അല്ലെ? അതിന്റെ ഉള്ളിൽ തന്നെ നിന്ന് തീർക്കുന്നതാണ് നല്ലത്. പുറത്തേക്ക് പോകുമ്പോൾ അത് വേറെ രീതിക്കായി പോകും അല്ലെ? പുറമെ നിന്ന് എന്തെങ്കിലും ഇപ്പൊ നമ്മളൊരു വീട്ടിൽ നമ്മൾക്ക് ഒരുപാട് പ്രശ്നം, ഇഷ്യൂസ്, പ്രോബ്ലംസ് അല്ലെ എല്ലാം ഉണ്ട്. നമ്മളത് നമ്മളുടെ ഉള്ളിൽ തന്നെ, നമ്മുടെ അകത്ത് തന്നെ നമ്മളത് സോൾവ് ചെയ്ത് തീർക്കാനാണ് കൂടുതൽ നമ്മൾ ശ്രമിക്കുക. ബിക്കോസ് പുറത്തെ റീസൺ എന്തിനാ? അതുകൊണ്ട് ചിലപ്പോ ചില വെറുതെ ഒരു സന്തോഷം അല്ലെ, അവർക്ക് എങ്ങനെയുണ്ട്, ആ പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ ഒരു സന്തോഷം കിട്ടും, അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മളോട് സഹതാപവും മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ പ്രശ്നങ്ങളുടെ ആ ഒരു സ്ഥിതി പുറത്തേക്ക് പോകുമ്പോൾ അത് കുറച്ച് വഷളാകും. അതുപോലെ തന്നെ ഓർഗനൈസേഷനിൽ എംപ്ലോയീസിന് പ്രശ്നം ഉണ്ടെങ്കിൽ മറ്റുള്ളവരെ അറിയിക്കാതെ അത് അവിടെ തന്നെ സോൾവ് ചെയ്യാം. അതാണ് പറയുന്നത്. ബട്ട് ഇറ്റ് ഈസ് യൂസ്ഡ് ബിഫോർ ഓപ്റ്റിംഗ് ഫോർ ആൻ അൺബയാസ്ഡ് തേർഡ് പാർട്ടി റീഡ്രസൽ. മൂന്നാമതൊരാളെ കൊണ്ടുവന്ന് പരിഹരിക്കുന്നതിന് മുൻപ് വോളണ്ടറി ആയിട്ട് ഓർഗനൈസേഷനിൽ തന്നെ ചില കാര്യങ്ങൾ മാനേജ്മെന്റ് തീരുമാനിച്ച് ആ ഗ്രീവൻസിനെ ഹാൻഡിൽ ചെയ്യുന്നു, മറ്റാരെയും ഉൾപ്പെടുത്താതെ. എന്താ പറയാ, അൺബയാസ്ഡ് തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ വ്യവഹാരം, അതാണ് ഉദ്ദേശിച്ചത്. ആർബിട്രേഷൻ എന്ന് പറഞ്ഞാൽ വ്യവഹാരം എന്നാണ് അർത്ഥം. എന്ന് വെച്ചാൽ മറ്റൊരാളെ ഉൾപ്പെടുത്താതെ, വ്യവഹരിക്കുക എന്ന് പറഞ്ഞാൽ ഇതിനകത്തേക്ക് ഉൾപ്പെടുത്തുക അല്ലെ? അത് പെടുത്താതെ നമ്മൾ സ്വന്തമായിട്ട് പരിഹരിക്കും. അതാണ് മീഡിയേഷൻ. ക്ലിയർ ആയോ? രണ്ടാമത്തെ, മീഡിയേഷൻ ഈസ് എ വോളണ്ടറി മെത്തേഡ്. ആ ഇറ്റ് ഈസ് എന്നുള്ളതിന് പകരം ഇറ്റ് മാറ്റി അവിടെ മീഡിയേഷൻ ഡാഷ് ഈസ് എ വോളണ്ടറി മെത്തേഡ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടൊന്ന് അണ്ടർലൈൻ ചെയ്തേക്കാം. Mediation is a voluntary method of grievance handling which comes into play when the grievance stays as it even after the formal procedure is undertaken to resolve it. അതായത് നമ്മൾ സാധാരണ നിലപാട് സ്വീകരിച്ചു, പക്ഷെ എങ്കിലും അത് പറ്റിയില്ലെങ്കിൽ നമ്മൾ സ്വമേധയാ മറ്റെന്തെങ്കിലും തീരുമാനത്തിലൂടെ ഒരു മെത്തേഡ് ഉപയോഗിച്ച് ഗ്രീവൻസ് ഹാൻഡിൽ ചെയ്യുന്നു. അവിടെ നമ്മൾ മൂന്നാമതൊരാളെ ചേർക്കുന്നില്ല. അവർ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തോ? റിസോൾവ് ഇറ്റ് വരെ തുടക്കമുള്ള ഇറ്റ് മാറ്റി അവിടെ മീഡിയേഷൻ എന്ന് ചേർത്ത് വായിച്ച് പഠിക്കണം. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, യെസ്. അടുത്തത് ആരൊക്കെയാണ് ക്ലാസ്സിൽ ഇരിക്കുന്നതെന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് പേര് നോക്കിയതാണ് കേട്ടോ. ഇവിടെ കുറച്ച് പേരുടെ പേര് കാണാം. ഗ്രീഷ്മ, ദേവിക, വിഷ്ണു, ഗംഗ, പ്രത്യാസ് എന്നാണോ? നേഹ, ഇത്രയും പേര് ഇവിടെ വിസിബിൾ ആയിട്ടുള്ളൂ. ഇവിടെ ഈ ചെറിയ ചെറിയ ഐക്കൺസില്. ബാക്കിയുള്ളവർ ആരാണെന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് നോക്കിയതാ. നമ്മള് ക്ലാസ്സിൽ എല്ലാ ദിവസവും റെഗുലർ ആയിട്ട് കയറുന്നവര്, അതുപോലെ തന്നെ കുറച്ചു പേരുടെയൊക്കെ പേരൊന്നും ഇടയ്ക്ക് അറിയണമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ നോക്കിയത്. കുറച്ചു പേരെ കയറി ജോയിൻ ചെയ്തിട്ടുണ്ട് ക്ലാസ്സില്. ഓക്കെ,
യെസ്, അടുത്തത് എന്താ നോക്കിയേ, മൂന്നാമത്തെ മെത്തേഡ് കോൺസിലിയേഷൻ ആണ്. കോൺസിലിയേറ്റർ അല്ലെങ്കിൽ കോൺസിലിയേഷൻ എന്ന് പറയും. എന്താണ് ഈ കോൺസിലിയേഷൻ എന്ന വാക്കിന്റെ അർത്ഥം? എന്താ അനുരഞ്ജനം, അനുരഞ്ജിപ്പിക്കുക. എന്താണ് അനുരഞ്ജിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കംപ്ലൈന്റുകൾ വരുമ്പോ അനുരഞ്ജിപ്പിക്കണം അല്ലെ. എന്ന് വെച്ചാൽ അനുരഞ്ജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊക്കെ നീക്കി എല്ലാവരും ഒരേ രീതിയിൽ പോകുക അല്ലെ, ഒരുമിച്ച് പോകുക, അനുരഞ്ജനം നടത്തി പോകുക, അതായത് എല്ലാവരും കൂടി ചേർത്ത് പോകുക. ആ ഒരു രീതിയിൽ അത് ഓർഗനൈസേഷനിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ഈ കോൺസിലിയേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു അനുരഞ്ജനവും ഇല്ലാതെ എന്താ പറയാ മാനേജ്മെന്റ് ഒരു വഴിക്ക്, എംപ്ലോയീസ് ഒരു വഴിക്ക്, ഒരു തരത്തിലും അവർ തമ്മിൽ ഒരു സിങ്ക് ആകാത്ത ഒരു അവസ്ഥയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. അപ്പൊ അക്കോർഡിംഗ് ടു ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ, ഈ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ആണ് കോൺസിലിയേഷൻ ഒരു ചെറിയ ഡെഫിനിഷൻ കൊടുത്തത്. എന്താണ് അത് നോക്കിയേ, ചെറുതെന്ന് പറയുമ്പോൾ ഇച്ചിരി ചെറുതാണ്. കോൺസിലിയേഷൻ is the practice by which the services of a neutral third party are used in a dispute as a means of helping the disputing parties to reduce the extent of their differences and to arrive at an amicable settlement to or agreed solution. അതിന്റെ കൂടെ തന്നെ പറഞ്ഞിട്ടുണ്ട്, it is a process of rational and orderly discussion of differences between the parties to a dispute under guidance of a conciliator. അപ്പൊ എന്താണ് കോൺസിലിയേഷൻ? കോൺസിലിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് എന്താ പറയാ, ഏതെങ്കിലും തരത്തിൽ എംപ്ലോയീസിന് ഉണ്ടാകുന്ന തർക്കങ്ങൾ, ചില പ്രശ്നങ്ങളൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഇല്ലാതാക്കാനും അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ അവരെ സഹായിക്കാനും, എന്താണ് ആ തർക്കങ്ങൾക്ക് അല്ലെങ്കിൽ അത്തരം ഡിഫറൻസസുകൾക്ക് കാരണമെന്നും അതിന് ഒരു അമിക്കബിൾ ആയിട്ടുള്ള എന്ന് വെച്ചാൽ ഒരു സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്താനും വേണ്ടിയിട്ട് ഒരു ന്യൂട്രൽ തേർഡ് പാർട്ടീനെ ഇൻക്ലൂഡ് ചെയ്യുക, അവരുടെ സേവനം കൂടി ഉൾപ്പെടുത്തുക. നേരത്തെ നമ്മൾ പറഞ്ഞിട്ട് എന്താ പറഞ്ഞത്, തേർഡ് പാർട്ടീനെ ഉൾപ്പെടുത്താതെ, ഒരു അൺബയാസ്ഡ് തേർഡ് പാർട്ടീനെ ഉൾപ്പെടുത്താതെ എന്ന് വെച്ചാൽ അവരെ ഉപയോഗിക്കാൻ പാടില്ല. നമ്മുടെ ഇല്ലാത്തുള്ള പ്രശ്നം നമ്മളെ കൊണ്ട് തന്നെ തീർക്കാൻ പറ്റും, കാരണം അത്രയ്ക്കും ഗൗരവമില്ല, നമ്മൾക്ക് തന്നെ സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു വോളണ്ടറി മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നു, അതാണ് മീഡിയേഷൻ. ഇതിനകത്ത് അങ്ങനെയല്ല, ഇതിനകത്ത് ഒരു ന്യൂട്രൽ തേർഡ് പാർട്ടിയാണ്. അപ്പൊ ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ എന്താ, ന്യൂട്രൽ ആയിട്ട് നിൽക്കാന്ന് പറഞ്ഞാൽ എന്താ, അങ്ങോട്ടും ഇങ്ങോട്ടും ചായവില്ലാതെ. വണ്ടിയുടെ ന്യൂട്രൽ ഇടല്ലേ നമ്മള്, ഇല്ലേ ഫോർ വീലറൊക്കെ, അതെന്താ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും അല്ല, ആ ഒരു പൊസിഷനിൽ നിൽക്കുക അല്ലെ, ഒരു സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട്. അപ്പൊ ഇവിടെ ഒരു അങ്ങനെ ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടിന്റെ സേവനം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു. എന്ന് വെച്ചാൽ നമുക്ക് ചിലപ്പോ ഓർഗനൈസേഷനകത്തുള്ള മാനേജ്മെന്റിനോ മറ്റാരെങ്കിലോ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാനായിട്ട് കൃത്യമായിട്ട് പറ്റുന്നില്ല. അപ്പൊ നമ്മൾ അവിടെ ഒരു തേർഡ് പാർട്ടീനെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാണ്. എങ്ങനെയുള്ള തേർഡ് പാർട്ടീനെ? മാനേജ്മെന്റിന് ഫേവറായിട്ട് സംസാരിക്കുന്നില്ല, എംപ്ലോയീസിനും ഫേവറായിട്ട് സംസാരിക്കുന്നില്ല. ഇത് കൃത്യമായ ഒരു സൊല്യൂഷൻ, ആ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷന് എന്ത് പരിഹാരം നമുക്ക് കണ്ടെത്താൻ പറ്റും അത് പരിഹരിച്ചു കൊടുക്കുന്ന അവരുടെ ഒരു സേവനം ഉപയോഗപ്പെടുത്തുകയാണ്, അവരുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി. അതാണ് എന്തെന്ന് വിളിക്കുക, കോൺസിലിയേഷൻ എന്നാണ് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ പറയുന്നത്. ആ സെന്റൻസിന്റെ അർത്ഥം മനസ്സിലാക്കുന്നത് വായിച്ചു നോക്കിയാൽ നിങ്ങൾ വായിച്ചു നോക്കിയിട്ട് പറയും. ഡെഫിനിഷൻ ആയതുകൊണ്ടാണ് ഞാൻ അത് അങ്ങനെ തന്നെ വായിച്ചത്. ഡെഫിനിഷൻ അത് അവർ എഴുതി തയ്യാറാക്കി വെച്ചേക്കുന്നതാണ്. അത് ഇൻവെർട്ടർ കോമയൊക്കെ കണ്ടല്ലോ, അതിന്റെ അർത്ഥം അത് മാറ്റം വരുത്താനും നമുക്ക് പാടില്ല, അതുകൊണ്ടാണ് അത് അങ്ങനെ വെച്ചിരിക്കുന്നത്. കിട്ടിയോ? അപ്പൊ ആ സെന്റൻസ് കിട്ടിയോ? മനസ്സിലാവാത്തവരുണ്ടോ? പറയേ. എല്ലാവർക്കും ക്ലിയർ ആണെന്നാണ് കേട്ടോ ഞാൻ മനസ്സിലാക്കുന്നത്. ബിക്കോസ് എനിക്ക് സർവം ഒന്നും കാണാനില്ല. ഓക്കെ, യെസ്. അപ്പൊ ഓക്കെ, അപ്പൊ എന്താണ്? അപ്പൊ നമ്മൾ പറഞ്ഞു കോൺസിലിയേഷൻ എന്ന് പറയുന്നത് ഒരു ന്യൂട്രൽ തേർഡ് പാർട്ടിയുടെ ഹെൽപ്പോട് കൂടി, അവരുടെ സേവനം കൂടി ഉൾപ്പെടുത്തി എന്തെങ്കിലും ഒരു ഡിസ്പ്യൂട്ട്സ് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ, കംപ്ലൈന്റ്സ് ഉണ്ടായി കഴിയുമ്പോൾ അത് മാറ്റാനോ മാറ്റുന്നതിന് ഹെൽപ്പ് ചെയ്യാനൊക്കെ അവരുടെ സഹായം കൂടി, അവരുടെ സേവനം കൂടി നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു. അപ്പൊ അതിനകത്ത് എന്താ നടക്കാന്ന് അറിയാമോ? അവിടെ ഒരു റാഷണൽ ഒരു ഡിസ്കഷൻ നടക്കും. ആരെങ്കിലും എംപ്ലോയീസും മാനേജ്മെന്റും ആയിട്ട് ഒരു ചർച്ചയൊക്കെ നടത്തും. ആ ചർച്ചകൾ ഈ ബോത്ത് പാർട്ടീസിന്റെ, രണ്ട് പാർട്ടീസിനും ഇടയിലുള്ള ചർച്ചകളൊക്കെ നടത്തപ്പെടുന്നത് ആരുടെ ഗൈഡൻസിലായിരിക്കും? ഈ കോൺസിലിയേറ്ററിന്റെ ഗൈഡൻസിലായിരിക്കും. ആരുടെയാണ് കോൺസിലിയേറ്ററിന്? അനുരഞ്ജനത്തിന് വേണ്ടി വന്നേക്കുന്ന തേർഡ് പാർട്ടി ഇല്ലേ,
അതന്നെ അവരുടെ ഗൈഡൻസിൽ അതിന് വേണ്ടിയിട്ടുള്ള ഡിസ്കഷൻസും മറ്റു കാര്യങ്ങളൊക്കെ നടത്തി അതിനൊരു പരിഹാരം കണ്ടെത്തുന്നു. അതാണ് കോൺസിലിയേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? മനസ്സിലായില്ലേ? ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. അക്കോർഡിംഗ് ടു ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ എന്ന് തുടങ്ങി ആ ഇൻവെർട്ടർ കോമ അവസാനിക്കുന്നിടത്തോളം വരെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ആ മൂന്നാമത്തെ പോയിന്റിൽ ആദ്യത്തെ പാരഗ്രാഫ് ഫുൾ അണ്ടർലൈൻ ചെയ്യാം. സോ ദിസ് കോൺസിലിയേറ്റർ, അപ്പൊ ഈ കോൺസിലിയേറ്ററിന്റെ ഡ്യൂട്ടി എന്താ? ഈ കോൺസിലിയേറ്റർ അതായത് ഈ അനുരഞ്ജനം നടത്താൻ വേണ്ടി വന്നിരിക്കുന്ന തേർഡ് പാർട്ടി അവര് ഇവരുമായിട്ട് എന്ത് ചെയ്തു? പുറത്തുനിന്ന് ഒരു തേർഡ് പാർട്ടി ആണല്ലോ. അപ്പൊ അവര് ദേ ഹാവ് ടു മേക്ക് സം ഡിസ്കഷൻസ് ബിറ്റ്വീൻ ദ പാർട്ടീസ്. ഈ പാർട്ടീസ് തമ്മിൽ ആരാണ് അഗ്രീവ്ഡ് പാർട്ടി, ആ ഒരു കംപ്ലൈന്റ് ഉള്ള പാർട്ടിയും അതിന്റെ ഓപ്പോസിറ്റ് നടക്കുന്ന ആളുകളും തമ്മിലുള്ള ആ ഒരു കോൺഫ്ലിക്ട് മാറ്റാൻ വേണ്ടി അവരുമായിട്ട് ഒരു ഡിസ്കഷൻസ് ഒക്കെ നടത്തി ആൻഡ് ഓൾസോ ഫൈൻഡ് സം സൊല്യൂഷൻസ്, അതിനൊരു ഉത്തരം കണ്ടെത്തുന്നു. അങ്ങനെ ഉത്തരം കണ്ടെത്തി അവർക്ക് ഒരു കൃത്യമായ ഒരു സൊല്യൂഷൻ അതിന് വേണ്ടിയിട്ട് അവരുടെ സമ്മതത്തോടെ ചെയ്തു കൊടുക്കുന്നു. അപ്പോ ദ മെയിൻ എയിം ഓഫ് ദിസ് മെത്തേഡ്, ഈ ഒരു മെത്തേഡിന്റെ മോട്ടീവ് അല്ലെങ്കിൽ എയിം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഇങ്ങനെ ചെയ്തതിന് വേണ്ടിയിട്ടാ. ഇത് വെച്ച് താമസിക്കാൻ പറ്റില്ല. ഈ ഗ്രീവൻസ് പെട്ടെന്ന് ഹാൻഡിൽ ചെയ്യണം. അപ്പൊ ഇത് പരിഹരിക്കാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ട്. അപ്പൊ എന്ത് ചെയ്യുന്നു? അവിടെ കിടക്കട്ടെ, ഇച്ചിരി പ്രശ്നം അറിയില്ല, അവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞ് കിടത്തിയിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എത്രയും വേഗം പരിഹരിച്ച് അതിനൊരു സൊല്യൂഷൻ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഒരു തേർഡ് പാർട്ടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇങ്ങനെ തേർഡ് പാർട്ടിനെ ഇൻക്ലൂഡ് ചെയ്ത് എത്രയും പെട്ടെന്ന് എന്തിനാണ് ഈ ഒരു ഗ്രീവൻസ് ഹാൻഡിൽ ചെയ്യുന്നത്? ബിക്കോസ് ഇൻ ഓർഡർ ടു അവോയ്ഡ് സം ഡിസ്പ്യൂട്ട്സ്, എംപ്ലോയീസ് തമ്മിലുള്ള പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ വരും. അവർ തമ്മിലുള്ള തർക്കങ്ങള്, അല്ലെങ്കിൽ ചിലപ്പോൾ അവരെന്ത് ചെയ്യും? ലോക്കൗട്ട് നടത്തും. എന്ന് വെച്ചാൽ അവര് പണിയൊന്നും ചെയ്യാതെ അവരുടെ ഡിപ്പാർട്ട്മെന്റ് അടച്ചിടും, അല്ലെങ്കിൽ അവർ സ്ട്രൈക്കിന് പോകും. ഇത്തരം സിറ്റുവേഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു അൺബയാസ്ഡ് ആയിട്ടുള്ള ഇതുപോലെയുള്ള ന്യൂട്രൽ തേർഡ് പാർട്ടിന്റെ സർവീസ് ഉപയോഗപ്പെടുത്തി ഇത്തരം അനുരഞ്ജനത്തിന് എന്ത് ചെയ്യുന്നത്? വിളിക്കുന്നത് പാർട്ടീസിനെ. മനസ്സിലായോ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ദ മെയിൻ മോട്ടീവ് ബിഹൈൻഡ് ദിസ് മെത്തേഡ്, ആ ദിസ് മെത്തേഡ് മാറ്റി കോൺസിലിയേഷൻ എന്നാക്കണം. കോൺസിലിയേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഈസ് ടു റിസോൾവ് ദ ഡിസ്പ്യൂട്ട്സ് ആസ് സൂൺ ആസ് പോസിബിൾ. എത്രയും പെട്ടെന്ന് തർക്കങ്ങൾ ഇല്ലാതാക്കുക. അത് എന്തിലേക്ക് നയിക്കും? അങ്ങനെ തർക്കം ഉണ്ടായി കഴിഞ്ഞാൽ ടു അവോയ്ഡ് ലോക്കൗട്ട്സ് ഒഴിവാക്കാൻ, സ്ട്രൈക്സ് ഒഴിവാക്കാൻ, ആൻഡ് ഓൾസോ റെഡ്യൂസ് ഇറ്റ്സ് ഡ്യൂറേഷൻ. ചിലപ്പോ സ്ട്രൈക്ക് ഒക്കെ വന്നു, എടുത്തുപോയി, ഒരു ദിവസം കഴിഞ്ഞു, ഇനി അത് നീണ്ടു പോകും കംപ്ലൈന്റുകൾ പരിഹരിച്ചു പോയില്ലെങ്കിൽ. അപ്പൊ വേഗം തന്നെ ഒരു തേർഡ് പാർട്ടിനെ, അപ്പൊ നമ്മൾ സിനിമയിലൊക്കെ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ടാവുമല്ലോ, ചില ബിസിനസ് ഓർഗനൈസേഷൻസ് ഒക്കെ അടച്ചുപൂട്ടി സമരം ചെയ്ത് അവിടെ മുമ്പിൽ ഇരുന്ന് സമരം ചെയ്തു ആൾക്കാര്, ഓർഗനൈസേഷന് മുമ്പിൽ തന്നെ. അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ വേണ്ടപ്പെട്ട ചില ആളുകളെയൊക്കെ കണ്ട് ന്യൂട്രലായിട്ട് ഉള്ള ഒരു തേർഡ് പാർട്ടിനെ കൊണ്ടുവന്ന് ഈ ഒരു പ്രശ്നം എങ്ങനെ പരിഹരിക്കാൻ പറ്റും എന്നുള്ള ഉപദേശമൊക്കെ തേടി അവരുടെ സേവനങ്ങൾ ഉൾപ്പെടുത്തി അവരെ എന്താ പറയാ ഒരു തേർഡ് പാർട്ടി ആയിട്ട് എംപ്ലോയീസിന്റെ ഇടയിലേക്ക് കൊടുക്കും. ചിലപ്പോൾ മാനേജ്മെന്റ് ഒക്കെ നേരിട്ട് വന്നാൽ ചിലപ്പോൾ അടി വീഴും. അപ്പൊ അതുകൊണ്ട് മാനേജ്മെന്റ് നേരിട്ട് വരാതെ ഈ ന്യൂട്രൽ തേർഡ് പാർട്ടി അവരുമായിട്ട് എംപ്ലോയീസുമായിട്ടൊക്കെ ചർച്ച നടത്തി അവിടുത്തെ ഡിസ്കഷൻസ് അവിടെ പറഞ്ഞു, അവിടുത്തെ ഡിസ്കഷൻസ് ഇവിടെ പറഞ്ഞു, അങ്ങനെ അത് സോൾവ് ചെയ്യും. അല്ലെ? സിനിമയിലൊക്കെ ഉണ്ടല്ലേ? നമ്മളത് കണ്ടിട്ടില്ല നിങ്ങളൊന്നും? ഈശ്വര, കണ്ടിട്ടുണ്ടോ? ഇഷ്ടംപോലെ അങ്ങനത്തെ സിനിമകളൊക്കെ ഇഷ്ടംപോലെ സ്ട്രൈക്സ് ഒക്കെ നടന്ന കുറച്ച് പഴയ ഇതിലേക്ക് പോകണം മാത്രം. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോ ആ സ്ട്രൈക്സിന്റെ ദൈർഘ്യമൊക്കെ കുറയ്ക്കാം. ചിലപ്പോ 10 ദിവസത്തേക്കൊക്കെ നീണ്ടുപോകും. എങ്ങനെ നീണ്ടുപോകുന്നത്? ഇങ്ങനെയുള്ള ചില പരിഹാരങ്ങൾ നമ്മൾ എത്രയും പെട്ടെന്ന് എടുത്തില്ലെങ്കിൽ അങ്ങനെ ആ ഡ്യൂറേഷൻ നീണ്ടുപോകാം. അപ്പൊ ആ ഡ്യൂറേഷൻ കുറയ്ക്കാം. സ്ട്രൈക്സിന്റെ ലോക്കൗട്ട്സിന്റെ ഒക്കെ ഡ്യൂറേഷൻ കുറയ്ക്കാനൊക്കെ ഇത്തരം കോൺസിലിയേറ്റർ ആ ഒരു മെത്തേഡ് ഹെൽപ്പ് ചെയ്യുന്നു. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. ദ മെയിൻ motive behind this method is to resolve the disputes as soon as possible in order to avoid lockouts, strikes or to reduce its duration. A duration കുറയ്ക്കുക. അവിടെ വരെ മതി. If it happens ഒന്നും വേണ്ട. ക്ലിയർ ആയോ? ഒന്ന് വായിച്ചു നോക്കാമോ കോൺസിലിയേഷൻ? ഇല്ലേ? മനസ്സിലായില്ലേ എല്ലാവർക്കും? കോൺസിലിയേഷന്റെ ഒന്നാമത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, അതുപോലെ തന്നെ ലാസ്റ്റ് സെന്റൻസ്, സെക്കൻഡ് പാരഗ്രാഫിലെ ലാസ്റ്റ് സെന്റൻസ്. ഓക്കെ,
അടുത്തത് ആർബിട്രേഷൻ. അതുകൊണ്ട് വേഗം പറയാം. ഇതും ഒരു തരം ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് പ്രൊസീജിയർ ആണ്. ഇറ്റ് ഓൾസോ യൂസ് ആൻ അൺബയാസ്ഡ് തേർഡ് പാർട്ടി. ഇവിടെയും ഒരു തേർഡ് പാർട്ടീനെ അൺബയാസ്ഡ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ വലിയ തർക്കിക്കാനൊന്നും ാത്ത രീതിയിലുള്ള ഒരു തേർഡ് പാർട്ടിയുടെ സേവനം തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഇംപാർഷ്യൽ സൊല്യൂഷൻ ആണ്. ഇംപാർഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ? ആരോട് പാർഷ്യാലിറ്റി കാണിക്കാതെ, എംപ്ലോയറിനോട് പാർഷ്യാലിറ്റിയോ എംപ്ലോയിയോടോ പാർഷ്യാലിറ്റിയോ കാണിക്കാതെ ആ ഒരു പ്രശ്നത്തിന് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റിയ ഒരു അൺബയാസ്ഡ് തേർഡ് പാർട്ടീനെ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. അവരുടെ ഹെൽപ്പോടും കൂടി ഗ്രീവൻസ് ഹാൻഡിൽ ചെയ്യുന്നു. അതിനെയാണ് നമ്മള് ആർബിട്രേഷൻ ഓഫ് എ തേർഡ് പാർട്ടി. ഒരു തേർഡ് പാർട്ടിയുടെ വ്യവഹാരം. ആ തേർഡ് പാർട്ടി എങ്ങനെയുള്ള തേർഡ് പാർട്ടിയാ? ഫേവറബിൾ ആകുന്നില്ല ആർക്കും, എംപ്ലോയിക്കോ ഫേവറബിൾ ആയിട്ട് ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ ആർബിട്രേഷൻ എന്ന് പറയുന്നത് ഷുഡ് നോട്ട് ബി കൺഫ്യൂസ്ഡ് വിത്ത് ഫോർമൽ കോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ കോടതി ഇടപെട്ടിട്ടുള്ള അങ്ങനത്തെ ആയിട്ട് കൺഫ്യൂഷൻ ആകണ്ടാന്ന്. വേറെ ഏതെങ്കിലും വ്യക്തികളാണ് തേർഡ് പാർട്ടീസ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇത്തരം പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാം. കോടതി തന്നെ ഇടപെട്ടിട്ട് വേണമെന്നില്ല. ചില പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവിടെയൊന്നും പറ്റില്ല, വ്യക്തികളെ കൊണ്ടൊന്നും പറ്റില്ല, തേർഡ് പാർട്ടിനെ കൊണ്ടൊന്നും പറ്റില്ല. ചിലപ്പോ അവിടെ തേർഡ് പാർട്ടി കോർട്ടാകേണ്ടി വരും, കോടതിക്ക് ആകേണ്ടി വരും. ഓക്കെ, അപ്പൊ അതുപോലെ എല്ലായ്പ്പോഴും ഇറ്റ്സ് നോട്ട് നെസസറി കോർട്ടിന്റെ ഇടപെടല് എല്ലാ പ്രാവശ്യം വേണ്ടിയില്ല. ചില ആർബിട്രറീസ് കോർട്ടായിരിക്കാം, ചില ഇതുപോലുള്ള വ്യവഹാരം നടത്തുന്നത് തേർഡ് പാർട്ടി ആകുന്നത് കോർട്ടായിരിക്കും. പക്ഷെ എല്ലായ്പ്പോഴും അങ്ങനെയല്ല. മനസ്സിലായ? ഒരു തേർഡ് പാർട്ടി ഏതെങ്കിലും ഒരു ബിസിനസ് ആകാം, ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ ആകാം, അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ഗ്രൂപ്പ് ആകാം. അങ്ങനെയുള്ള ചില തേർഡ് പാർട്ടീസിന്റെ ഹെൽപ്പോട് കൂടി പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്നു. അതാണ് ആർബിട്രേഷൻ. സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം. ആർബിട്രേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ഗ്രീവൻസ് ഹാൻഡ്ലിംഗ്. ദിസ് എന്നുള്ളത് മാറ്റി അവിടെ ആർബിട്രേഷൻ ചേർത്ത് വായിക്കണം. ആർബിട്രേഷൻ പ്രോസസ് ഓഫ് ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് ടേക്ക് പ്ലേസ് with the help of an unbiased third party which studies the issue and provides the parties with an impartial solution. അവരുടെ പ്രശ്നം എന്താണെന്ന് കണ്ടും കേട്ടും മനസ്സിലാക്കി അവർക്ക് ഒരു എന്താ പറയാ പക്ഷപാതരഹിതമായ ഒരു സൊല്യൂഷൻ കണ്ടെത്തി കൊടുക്കുന്നു. പക്ഷെ എനിക്ക് ഫേവറബിൾ ആയിട്ട് സംസാരിക്കുന്നില്ല, എംപ്ലോയീസിന് ഫേവറബിൾ ആയിട്ട് സംസാരിക്കുന്നില്ല. അങ്ങനെ പക്ഷപാതമല്ലാത്ത ഒരു പരിഹാരം കണ്ടെത്തി ഗ്രീവൻസ് ഹാൻഡിൽ ചെയ്യുന്നു. അതാണ് അത് സ്വന്തമായിട്ട് നോക്കി പഠിച്ച് മനസ്സിലാക്കിയിട്ടാണ് ചെയ്യുന്നത്. അതാണ് ആർബിട്രേഷൻ. ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. ക്ലിയർ ആണോ? അപ്പൊ ഗ്രീവൻസ് സോൾവ് ചെയ്യുന്ന ചില മെത്തേഡുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന് കളക്റ്റീവ് ബാർഗൈനിങ് പറഞ്ഞു, രണ്ടാമത്തേത് മീഡിയേഷൻ പറഞ്ഞു, മൂന്നാമത്തേത് കൺസിലിയേഷൻ പറഞ്ഞു, നാലാമത്തേത് ആർബിട്രേഷനും പറഞ്ഞു. ഓക്കെ, യെസ്. ആൻഡ് ദ ലാസ്റ്റ് വൺ അതുകൂടി അത് പറഞ്ഞേക്കാം. ഏതായാലും അത് വെച്ച് മാറ്റി വെക്കേണ്ടല്ല. അഡ്ജുഡിക്കേഷൻ ആണ് അഞ്ചാമത്തെ മെത്തേഡ്. എന്താ? ഗ്രീവൻസ് ഹാൻഡിൽ ചെയ്യുന്ന മറ്റൊരു മെത്തേഡാണ് adjudication. It's also inclusion or interference of a third party. ഇവിടെയും നമ്മൾ ഒരു തേർഡ് പാർട്ടിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ്. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. The third party will be employed by the government and the decision will also be binding with the government. അതായത് ഇവിടെ ഈ തേർഡ് പാർട്ടിനെ നിയമിക്കുന്നത് ഇപ്പൊ ഓർഗനൈസേഷനിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി, അത് അവരെ കൊണ്ടൊന്നും പരിഹരിക്കാൻ പറ്റുന്നില്ല. തേർഡ് പാർട്ടിനെ എടുത്തു നോക്കി അതും പരിഹരിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഗവൺമെന്റ് എംപ്ലോയ് ചെയ്യിപ്പിക്കുന്ന ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥരായിട്ടുള്ള ഒരു തേർഡ് പാർട്ടീനെ ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു? ഗവൺമെന്റിന്റെ അധികാരത്തിൽപ്പെട്ട ആളുകളെ തേർഡ് പാർട്ടി ആയിട്ട് ഉപയോഗിച്ച് ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? അവര് ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരമായിരിക്കും അതിന് സൊല്യൂഷൻസ്, അവരുടെ ഗൈഡൻസിലുള്ള സൊല്യൂഷൻസും ഡിസിഷൻസും ആയിരിക്കും എടുക്കാന്ന് മാത്രം. ഓക്കെ, അതാണ് പ്രത്യേകത. അപ്പൊ നമ്മൾ ആ ഒരു എന്താ പറയാ ഇത്തരം അഡ്ജുഡിക്കേഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ കൺസെന്റ് ഓഫ് ദ പാർട്ടീസ്, അതുമായി ബന്ധപ്പെട്ട ആളുകളുടെ ഒരു എന്താ പറയാ അവരുടെ താല്പര്യം, അവരുടെ കൺസെന്റ്, സമ്മതം കൂടി ആവശ്യമുണ്ട് നമുക്ക് ഈ ഒരു അഡ്ജുഡിക്കേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, അതല്ലാതെ എന്താ പറയാ ചിലപ്പോ നമ്മൾ ഗവൺമെന്റ് സ്വന്തമായിട്ടും ഇറ്റ്സ് ഓൺ അവരുടെ തന്നെ സ്വന്തം ബിൽ ആവശ്യപ്രകാരവും അത്തരം അഡ്ജുഡിക്കേഷൻസ് നടത്താറുണ്ട്. അപ്പൊ അഡ്ജുഡിക്കേഷൻ എന്ന് പറയുന്ന മെത്തേഡ് അണ്ടർലൈൻ ചെയ്യാം. അണ്ടർ ദിസ് ഇൻ ദിസ് മെത്തേഡിന് പകരം അവിടെ ഇതാട്ടാ adjudication also method also the grievances are resolved by the interference of a third party, but the third party is employed by the government and the decisions are also binding. Our sentence underline ചെയ്യാം. adjudication എന്ന് പറയുന്നത് ചേർത്ത് പറയണം. in this മെത്തേഡിന് പകരം അവിടെ adjudication എന്ന് ചേർത്താണ് നമ്മൾ പഠിക്കേണ്ടത്. ക്ലിയർ ആയോ? 5 രീതിയിലാണ് അപ്പൊ ഗ്രീവൻസുകൾ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാം. കളക്റ്റീവ് ബാർഗൈനിങ്, മീഡിയേഷൻ, കോൺസിലിയേഷൻ, ആർബിട്രേഷൻ, അഡ്ജുഡിക്കേഷൻ. ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയില്ലേ? യെസ്. അപ്പൊ അത്രയും വരെ നന്നായി വായിച്ച് പഠിച്ചിട്ട് വരാം. അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ.